ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ വൈദിക ശ്രേഷ്ഠത, പ്രിയമുള്ളവർ, ഫോർമേഷൻ സ്കൂളിന്റെ ഒരു പുതിയ മന്ദിരം നമ്മളിപ്പോൾ പണിത് കഴിഞ്ഞു. 162 വർഷം പഴക്കമുള്ള ഈ സ്കൂളിന് നമ്മൾ പുതിയൊരു മന്ദിരം ഇപ്പോൾ പണിത് കഴിഞ്ഞിരിക്കുകയാണ്. അത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി മഹാനയുടെ അധ്യക്ഷൻ ഡോക്ടർ വലിയ സാമൂഹ്യ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി കുട്ടികളുടെ ഞങ്ങളുടെ ദൈനംദിന കർത്തവ്യങ്ങളിൽ നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ വിദ്യാലയത്തിന്റെ നാഥനും ഇതിലെ രക്ഷകനുമായി ഇതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തുവാൻ, ജീവിതത്തിന്റെ നൂതന പദവുകൾ കയറുവാൻ ദൈവിക കൃപ അവരുടെ മേൽ പകരണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ ആകാശത്തിലെ പറവുകളെ നോക്കി അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കുത്തിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ലാഭം കഴിയും. ഉടുമ്പിനെ കുറിച്ച് വിചാരപ്പെടുന്ന എന്ത്? വയലിലെ താമരയെ വളരുന്നു എന്ന് ധരിക്കുകയും അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമന്നിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നുള്ളതും നാളെ അനുഭവിക്കുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ സമീപിക്കുമെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്ര അറിയും? ആകിയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് കൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. വിശ്വാസ പ്രമാണം നമുക്ക് ചാർന്നിച്ചെല്ലാം. നിങ്ങളോടുകൂടെ ദൈവമേ, എല്ലാം നല്ലതാനും തികഞ്ഞവരും കേൾക്കുന്നല്ല വരുന്നത്. നിന്റെ മഹത്വത്തിനും നിന്റെ വിദ്യാർത്ഥികളുടെ പഠനത്തിനുമായി ഈ സ്കൂൾ ക്ഷേത്രത്തിന് പണി പൂർത്തീകരിക്കുന്നതിന് നിങ്ങൾ ലഭിച്ച എല്ലാ നടപ്പുകൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്ഥാപനം ചെയ്യും. എന്റെ മക്കളെ അധ്വാനത്തെ കൈക്കൊണ്ട് തങ്ങൾ ആഗ്രഹിക്കുകയും നിരൂപിക്കുകയും ചെയ്തപ്പുറമായി
ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ നന്മകൾക്കുമായി സ്ഥാപനം ചെയ്യുന്നു. നിന്റെ മഹത്വത്തിന്റെ ഉപയോഗത്തിനായി എനിക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ ഏറ്റവും വിനയമായി നീ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, ദൈവയുടെ പണിയാതിരുന്നാൽ പണിയുന്നവർക്ക് അധ്വാനിക്കുന്നു. ഈ പട്ടണം കാവൽക്കാരൻ ജാഗരിക്കുന്നു. ഈ സ്കൂളിന്റെ കെട്ടിടം പണിയുവാൻ നിന്റെ പ്രിയമക്കൾക്ക് നിന്റെ ഹിതവും അനുഗ്രഹവും നൽകിയതിനാൽ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവരുടെ മേലും ഈ കെട്ടിടം നിർമ്മിക്കുന്നതിൽ സഹായിച്ച എല്ലാവരുടെ മേലും ഉണ്ടായിരുന്ന നിന്റെ കരുതലായി സംരക്ഷണത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. നിന്നോട് എന്നും നന്ദിയുള്ളവരായിരിക്കാൻ ഇനിയും സഹായിക്കുവാൻ നിന്റെ കരം ശക്തമാണ് എന്ന് ഉറപ്പുള്ളവരായിരിക്കാൻ നിന്റെ പൂർണ്ണതയെ നിറവേറ്റുവാൻ സദാ സന്നദ്ധരായിരിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകലജ്ഞാനത്തിന്റെ ഉറവിടമാകുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മാനസികവും ഭൗതികവുമായ വളർച്ചയ്ക്കായി വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്ന ഈ വിദ്യാലയത്തിലും ദിവ്യമായ സാന്നിധ്യം അനുദിനം അനുഭവിക്കുവാൻ ഇതിൽ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും നീ സഹായിക്കണമേ. നിന്റെ ദിവ്യജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് വളർത്തപ്പെടുവാൻ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ ആശീർവദിച്ച് ഐശ്വര്യപ്പെടുത്തുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. സ്വാർത്ഥതയുടെ അതിർവരമ്പുകൾ ഇല്ലായ്മ ചെയ്ത് പൊതുസമൂഹത്തിന്റെ നന്മയെ നാക്കാക്കി പ്രവർത്തിക്കുവാൻ ഇതിൽ പഠിക്കുന്ന ഓരോരുത്തരെയും നീ സഹായിക്കണമേ. അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവമേ, ഇതിൽ പ്രവേശിക്കുന്ന ഏവരെയും ദിവ്യമായ കാവലിൽ കാത്തു പരിപാലിക്കുവാൻ തിരുവുള്ള ഉണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നത് നശിക്കാൻ പോലും ചെവിക്കൊള്ളണമേ. പ്രിയ സഹോദരങ്ങളെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. നീ ഇതിനെ നല്ലതിനോട് പറ്റിക്കൊണ്ടു സഹോദര പ്രീതിയിൽ ബഹുമാനിക്കുന്ന അന്യോന്യം മുന്നിട്ടുള്ളൂ. ആശയിൽ സന്തോഷിക്കുകയും കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുകയും പ്രാർത്ഥനയിലും ചിരിക്കുകയും ആർക്കും തിന്മയ്ക്ക് വരും നന്മ ചെയ്യാതെ മനുഷ്യരോടും സമാധാനം മാറ്റിയിരിക്കും. പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെയും ഈ സ്കൂളിൽ വേഗം പഠിക്കുകയും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഡോക്ടർ മലിക് സാമൂഹ്യ ശീലത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട വൈദിക സ്കൂളിന്റെ മാനേജർ, അധ്യാപകർ, ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്കൂളിനെ സംബന്ധിച്ച് സാധ്യമാകില്ല എന്ന് വിചാരിച്ചൊരു കാര്യത്തെ പൂർത്തീകരിക്കപ്പെട്ട ഒരു അനന്തരം അപൂർവ നിമിഷമാണ്. ഈ സന്ദർഭത്തിന് സാധ്യത നൽകിയ പരമനായ കർത്താവിന് ഞങ്ങൾ നന്ദിയിരിക്കുന്നു. ഇതിന്റെ പണിയുടെ ആദ്യഘട്ടം മുതൽ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് നന്ദി അറിയിച്ചു ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഇപ്പോൾ ഇതിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ വളരെ തിരക്കുള്ള മധ്യേ കടന്നു വന്ന് അത് പൂർത്തീകരിക്കുവാൻ തിരുമേനി കാട്ടിയ സന്മനസ്സിന് പ്രത്യേകം നന്ദി. നമുക്കറിയാവുന്ന പോലെ വളരെ തിരക്കിട്ട പരിപാടിയിലേക്കുന്നു. ഇന്നലെയാണ് തിരുമേനി നാട്ടിലെത്തിയത്. അതിനുശേഷം ദീർഘദൂരം യാത്ര ചെയ്ത് വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളികളെ നേതൃത്വം കൊടുത്തതിന് ഞാൻ പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. ഈ പ്രതിഷ്ഠാ ശുശ്രൂഷ പൂർത്തീകരിച്ചു തന്നതിന് തിരുമേനിയോട് ഞാൻ പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. ഈ സ്ഥാപനയുടെ പേര് ദൈവം തിരുമേനി അധികമായി അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ളവർക്കും വീണ്ടും ഒരു നന്ദി പ്രകടനത്തിന് സമയമുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല. തിരുമേനി ഒരിക്കൽ കൂടി എല്ലാ നന്ദിയും അർപ്പിക്കുന്നു. കൂടിയിരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ.
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ബിൽഡിംഗ് വിദ്യാഭ്യാസ ഫോർട്ട് ഗേൾസ് മിഷൻ ഹൈസ്കൂൾ പുതുതലമുറയ്ക്ക് ആധുനിക വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇച്ഛാശക്തിയോടും സ്ഥിരോത്സാഹത്തോടും വിദ്യാലയത്തിന്റെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ മാനേജറായ ശ്രീ സുഗു സി ഉമ്മൻ സാറാണ്. അദ്ദേഹത്തിന്റെ വരവോടെ നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രൗഢിയും യശസ്സും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ആദ്യ ചുവടുവയ്പായി ജീർണാവസ്ഥയിലായിരുന്ന ലൈബ്രറി, മറ്റു ക്ലാസ് മുറികൾ, പാചകപ്പുര എന്നിവ പൊളിച്ചുമാറ്റി ആധുനിക സൗകര്യങ്ങളോടെ വിദ്യാലയത്തിന്റെ സ്ഥാപകയായ മിസ് അഗസ്റ്റ മേരി ബ്ലാൻഫോർഡിന്റെ സ്മരണാർത്ഥം AMP ബ്ലോക്ക് നിർമ്മിച്ചു നൽകി. തുടർന്ന് നിരവധി ചെറുതും വലുതുമായ വികസന പ്രവർത്തനങ്ങൾ നടന്നു. മധ്യകേരള മഹായിടവക എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും നമ്മുടെ സ്കൂളിലെ മാനേജറുമായ ശ്രീ സുഗു സി ഉമ്മൻ സാർ അദ്ദേഹത്തിന്റെ യൂറോപ്പ് അമേരിക്ക പര്യടന വേളയിൽ മിസ് ബ്ലാൻഫോർഡിന്റെ ശവകുടീരം കണ്ടെത്തി. ലണ്ടനിലെ 7000-ലധികം ശവക്കല്ലറകളുള്ള ലേഡി വെൽ ഗ്രേവ്യാർഡ് ലെവിഷാം എന്ന സ്ഥലത്താണ് ഈ മഹത് വനിത അന്ത്യവിശ്രമം കൊള്ളുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹം ഈ ഒരു അന്വേഷണത്തിലായിരുന്നു എന്നത് വിദ്യാലയത്തോടുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണത്തിന് തെളിവാണ്. പൈതൃക സമുച്ചയത്തോട് ചേർന്ന് കാലപ്പഴക്കം കൊണ്ട് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുണ്ടായിരുന്ന ക്ലാസ് മുറികൾക്ക് പകരമാണ് ആധുനിക സൗകര്യങ്ങളോടെ EB ബ്ലോക്ക് എന്ന് നാമകരണം ചെയ്യപ്പെടുന്ന ഒരു ബഹുനില കെട്ടിടം കൂടെ സ്ഥാപിക്കപ്പെടുന്നത്. സ്കൂൾ മാനേജറായിരുന്ന മിസ് എമ്മ ബോമൗണ്ടിന്റെ സ്മരണാർത്ഥം EB ബ്ലോക്ക് എന്ന് ഈ കെട്ടിടം അറിയപ്പെടും. ഈ അനുഗ്രഹീത നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഹൃദയപൂർവ്വം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ചരിത്രമുറങ്ങുന്ന തിരുവിതാംകൂറിന്റെ ഹൃദയഭാഗത്ത് 1.5 നൂറ്റാണ്ടിലേറെയായി വിജ്ഞാനത്തിന്റെ ആത്മപ്രകാശം ചൊരിയുന്ന വിദ്യാലയമാണ് ഫോർട്ട് ഗേൾസ് മിഷൻ സ്കൂൾ. ഉന്നത കുലജാതരായ സ്ത്രീകൾക്ക് പോലും വിദ്യാഭ്യാസം നേടാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും കഴിയാത്ത കാലം. കെട്ടിലമ്മ ചമഞ്ഞാൽ കൊട്ടിയമ്പലം വരെ എന്ന പ്രയോഗം കൊണ്ട് മതിൽ കെട്ടുകൾക്കുള്ളിൽ സ്ത്രീ പ്രതിഭകളുടെ മികവുകൾ പുറം ലോകം കാണാതെ കെട്ടടങ്ങിയ കാലം. അസമത്വവും അന്ധവിശ്വാസവും ജാതിക്കോമരങ്ങളും ഉറഞ്ഞാടിയ കാലം. ഈ കാലഘട്ടത്താണ് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സെനാന മിഷൻ സൊസൈറ്റി വനിതാ മിഷണറിമാരെ ഇന്ത്യയിലേക്ക് അയച്ചത്. തിരുവിതാംകൂറിലേക്ക് എത്തിയ ആദ്യ വനിതാ മിഷണറിയായിരുന്നു മിസ് അഗസ്റ്റ മേരി ബ്ലാൻഫോർഡ്. ഇവിടെ നിലനിന്നിരുന്ന ശൈശവ വിവാഹം, വിദ്യാഭ്യാസം നിഷേധിക്കൽ തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങൾ മിസ് അഗസ്റ്റ മേരി ബ്ലാൻഫോർഡിനെ അസ്വസ്ഥയാക്കി. പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിനായി ഒരു വിദ്യാലയം ആരംഭിക്കണം എന്നവർ ആഗ്രഹിച്ചു. പ്രാർത്ഥനാ നിർഭരമായ പ്രവർത്തനങ്ങളുടെ ഫലമായി 1864 നവംബർ 3 തിരുവനന്തപുരത്തെ ആദ്യത്തെ പെൺകുട്ടികൾക്കുള്ള ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കാൻ മിസ് അഗസ്റ്റ മേരി ബ്ലാൻഫോർഡിന് കഴിഞ്ഞു. തിരുവിതാംകൂറിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയുടെയും ദിവാൻ ശ്രീ T മാധവറാവുവിന്റെയും അനുഗ്രഹാശസ്സുകളോടെ വിദ്യാലയം ഇന്ന് പ്രവർത്തിക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ള പഴയ കൊട്ടാരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈ വിദ്യാലയം വടക്കേ കൊട്ടാരം സ്കൂൾ എന്നും അറിയപ്പെട്ടു. സെനാന മിഷന്റെ മിഷണറിമാരാൽ സ്ഥാപിക്കപ്പെട്ടതിനാൽ ഇത് സെനാന മിഷൻ സ്കൂൾ എന്നും അറിയപ്പെടുന്നു. ദിവാൻ ശ്രീ T മാധവറാവുവിന്റെ മകളും മരുമക്കളും അടങ്ങുന്ന 3 പേരാണ് വിദ്യാലയത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥികൾ. മിസ് അഗസ്റ്റ മേരി ബ്ലാൻഫോർഡ് തുടങ്ങി മിസ് ഡൗസ് വരെയുള്ള പാശ്ചാത്യ മിഷണറിമാരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളാണ് ഫോർട്ട് ഗേൾസ് മിഷൻ സ്കൂളിന്റെ അടിസ്ഥാന ശില. 1913 ജൂൺ മാസം ഇടിയും മഴയുമുള്ള ഇടവപ്പാതിയിലെ ഒരു പ്രഭാതം വിദ്യാലയത്തിന്റെ ചുമതല നിർവഹിച്ചിരുന്ന മിസ് LM കോക്സ് എന്ന പാശ്ചാത്യ വനിത പ്രാർത്ഥനാ വേളയിൽ വായിച്ചത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹഗായി പ്രവചനത്തിലെ വചനങ്ങളായിരുന്നു. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു.
ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പേമാരിയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു എന്ന വാർത്തയാണ് മിസ് കോക്സിനെ തേടിയെത്തിയത്. തുടർന്ന് പ്രഭാതത്തിൽ ലഭിച്ച വചനത്തിന്റെ ശക്തിയിൽ മിസ് കോക്സ് വിദ്യാലയത്തിന്റെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അവിശ്വസനീയമായ വേഗത്തിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളിന്റെയും ദിവാന്റെയും മേൽനോട്ടത്തിൽ 1915 പുതിയ കെട്ടിടം പണിതു. സ്വാതന്ത്ര്യാനന്തരം സെനാന മിഷണറിമാർ ഇന്ത്യ വിടുകയും വിദ്യാഭ്യാസം കാലാകാലങ്ങളിൽ വന്ന ജനകീയ സർക്കാരുകളുടെ ചുമതലയിൽ ആകുകയും ചെയ്തതോടെ ഫോർട്ട് ഗേൾസ് മിഷൻ എന്ന് ഈ വിദ്യാലയം അറിയപ്പെട്ടു. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിലെ മധ്യ കേരള മഹാ ഇടവകയുടെയും ദക്ഷിണ കേരള മഹാ ഇടവകയുടെയും പ്രതിനിധികൾ അടങ്ങുന്ന ഒരു ബോർഡ് ഓഫ് മാനേജ്മെന്റ് ആണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ 2ാം കേരള സന്ദർശന വേളയിൽ 1925 മാർച്ച് 13 നമ്മുടെ വിദ്യാലയത്തിൽ എത്തി സ്വീകരണം ഏറ്റുവാങ്ങി. അദ്ദേഹത്തിന്റെ പുണ്യപാദങ്ങൾ പതിഞ്ഞ ഈ വിദ്യാലയത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ നമുക്ക് അഭിമാനം നൽകുന്നതാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ആൺകുട്ടികളും വിദ്യാലയത്തിൽ പ്രവേശനം നേടിയിരുന്നു. അക്കാലത്ത് പ്രൈമറി തലം മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിച്ചിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഗവൺമെന്റ് LP സ്കൂൾ മറ്റൊരിടത്തേക്ക് മാറ്റി. നിലവിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, കലാരംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അനേകം സ്ത്രീരത്നങ്ങളെ വാർത്തെടുക്കാൻ ഫോർട്ട് ഗേൾസ് മിഷൻ സ്കൂളിന് കഴിഞ്ഞു. കലാരംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച അടൂർ ഭാസി, കലാരഞ്ജിനി, കൽപ്പന, ഉർവശി, തിരുവിതാംകൂറിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയുടെ സഹധർമ്മിണി പൊന്നമ്മ താണുപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യ പി കല്യാണിയമ്മ, വിദ്യാഭ്യാസ വകുപ്പിന്റെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജെ സരസ്വതി ഭായി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ലളിതാംബിക IAS, വിദ്യാഭ്യാസ വിചക്ഷണ ഡോക്ടർ ജെ ഗൗരിക്കുട്ടിയമ്മ, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവറുകളുടെ സഹധർമ്മിണിയും PSC മെമ്പറും ആയ ശ്രീമതി R പാർവതി ദേവി, പ്രശസ്ത പിന്നണി ഗായിക ഡോക്ടർ B അരുന്ധതി, സാഹിത്യകാരിയായി അറിയപ്പെടുന്ന ചന്ദ്രമതി, ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ജേതാവ് ലക്ഷ്മി രംഗൻ തുടങ്ങി ജീവിതത്തിന്റെ വിവിധ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നത് വിദ്യാലയത്തിന്റെ യശസ് ഉയർത്തുന്നു. വിദ്യാലയത്തിന്റെ ഇന്നത്തെ വളർച്ചയിൽ അക്ഷീണം പ്രവർത്തിച്ച ബോർഡ് ഓഫ് മാനേജ്മെന്റ്, മാനേജർമാർ, പ്രഥമ അധ്യാപകർ, അധ്യാപകർ, PTA, പൂർവ്വ വിദ്യാർത്ഥികൾ, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരെയും ആദരവോടെ ഓർക്കുന്നു. 19ാം നൂറ്റാണ്ടിൽ ഭാരത സ്ത്രീകളെ ഉദ്ധരിക്കുന്നതിന് പല സംഘടനകളും ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ഒരു സംഘടനയാണ് CEZMS, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സെനാന മിഷൻ സൊസൈറ്റി. ആ സൊസൈറ്റിയാണ് മിസ് ബ്ലാൻഫോർഡ് എന്ന ഒരു വനിതയെ കേരളത്തിലേക്ക് അയച്ചത്. ആ വനിത വളരെ കഷ്ടപ്പെട്ട് കടൽ യാത്രയെല്ലാം കഴിഞ്ഞ് കേരളത്തിൽ എത്തി അവസാനം തിരുവനന്തപുരത്ത് തന്റെ ഉദ്ദേശത്തോടുകൂടി വന്നു. നേരെ കോട്ടയ്ക്കകത്ത് പോയി വിദ്യാലയം അഗതികളെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അന്തപുരത്തിലെ ബാലികമാരെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അവിടെ ഇന്ന് നിൽക്കുന്ന ഫോർട്ട് ഗേൾസ് മിഷൻ ഹൈസ്കൂൾ കെട്ടിടത്തിന് പകരം വേറെ ഒരു പഴയ വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു. അത് ആരും ഉപയോഗിക്കുന്നതല്ല എന്ന് മിസ് ബ്ലാൻഫോർഡിന് മനസ്സിലായി. തിരുവിതാംകൂർ മഹാരാജാവിനെ സമീപിച്ച് അനുവാദം വാങ്ങി അവിടെ താൻ ബാലികമാരെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ആദ്യത്തെ ഹെഡ് മിസ്ട്രസ് മിസ് ജോസഫ് ആയിരുന്നു. അവർ പോകുന്നതിന് മുമ്പേ പുതിയ ഭരണരീതി സെറ്റപ്പ് ചെയ്തു. ഒരു 10 പേർ
സമർത്ഥരായ 10 പേർ അടങ്ങിയ ഒരു ബോർഡ് ഉണ്ടാക്കി. ആ ബോർഡിലെ ഒരാളെ മാനേജരായിട്ട് തിരഞ്ഞെടുക്കും. സമർത്ഥരായ മാനേജരാണെങ്കിൽ സ്കൂള് ശരിയായി പോകും. ഇന്നും സമർത്ഥനായ ഒരു മാനേജർ സ്കൂളിനെ ഭരിക്കുന്നു. സ്കൂളിലെ കാര്യങ്ങൾ എല്ലാം ഭംഗിയായിട്ട് ശരിയായ രീതിയിൽ മുമ്പോട്ട് പോകുന്നു. വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ ചെയർമാൻ സൗത്ത് കേരള ഡയസിന്റെ ബിഷപ്പും വൈസ് ചെയർമാൻ ക്രൈസ്റ്റ് ചർച്ച് വികാരിയുമാണ്. വിദ്യാലയത്തിന്റെ സുഗമമായ നടത്തിപ്പിന് പിന്തുണ നൽകുന്ന ശക്തമായൊരു PTA-യും നമുക്കുണ്ട്. സ്കൂളിന്റെ അക്കാഡമിക പ്രവർത്തനങ്ങൾക്ക് സുശക്തമായ നേതൃത്വം നൽകുന്ന ശ്രീമതി ശ്രീലേഖ SR ടീച്ചറാണ് ഈ വിദ്യാലയത്തിലെ പ്രഥമ അധ്യാപിക. ഇപ്പോൾ 30ഓളം അധ്യാപക അനധ്യാപക ജീവനക്കാരും 800ഓളം കുട്ടികളും ഈ വിദ്യാലയത്തിലുണ്ട്. നമ്മുടെ സ്കൂളിൽ പഠനത്തോടൊപ്പം വിവിധ ക്ലബ്ബുകൾ, റെഡ് ക്രോസ്, ഗൈഡിംഗ്, ലിറ്റിൽ കൈറ്റ്സ് എന്നിവ വളരെ മികവുറ്റ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളിൽ വ്യക്തിത്വ വികസനത്തിനും നേതൃത്വ പാഠവും വളർത്തുന്നതിനും ദിശാബോധമുള്ളവരും ആഴമേറിയ കാഴ്ചപ്പാടുള്ളവരുമായി വാർത്തെടുക്കുവാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ഉതകുന്നു. ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുന്ന മോറൽ ക്ലാസുകൾ കുട്ടികളുടെ ജീവിതത്തിൽ ആകമാനം സ്വാധീനം ചെലുത്തുകയും പ്രതിബന്ധങ്ങളെ നിസ്സാരമായി തരണം ചെയ്യാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. OSA സർഗം എന്ന പേരിൽ സദാ ഉത്സാഹത്തോടെ വിദ്യാലയത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന നമുക്കുണ്ട് എന്നത് അഭിമാനകരമാണ്. മിസ് അഗസ്റ്റ മേരി ബ്ലാൻഫോർഡ് ഇവിടെ കൊളുത്തിയ അക്ഷര വെളിച്ചം അനന്തമായി തലമുറകളിലേക്ക് പ്രകാശം പരത്തട്ടെ. കർമ്മനിരതരാകാം, ഒരുമിച്ച് മുന്നേറാം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം. Bishop of Vadikala Diocese, Achins, distinguished guests, esteemed faculty, and dear students, we are gathered here at the historic Fort Girls Vision High School to mark a significant milestone in our institutional journey, the consecration and inauguration of Emma Beaumont Block and Miss Dow's Hall. To begin this solemn occasion with divine grace, I invite the choir to lead us in the prayer song. സ്നേഹഗീതമേരിയും കർമ്മഭൂമി തളിരിടുന്ന ബദ്ധമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം ഞങ്ങൾ
അമൃതമാകണേ പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിലും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാരിനാമം ഇന്നു വാഴ്ത്തിടാം. ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി സ്കൂളിന്റെ മാനേജർ ശ്രീ സുഖു സി ഉമ്മൻ സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ആദരണീയനായ മധ്യകർണ മഹായരുടെ അധ്യക്ഷനും ഈ യോഗത്തിന്റെ അധ്യക്ഷനുമായ റൈറ്റ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി, 5 മിനിറ്റിനകം ഇവിടെ എത്താമെന്ന് പറഞ്ഞിരിക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവർകള് ഏതാനും നിമിഷങ്ങളിൽ അവിടെ എത്തിച്ചേരും. നമ്മുടെ ഡോക്ടർ അച്യുത് സുന്ദർ സാറ്, ശ്രീമതി പാർവതി ദേവി മാഡം, OSIയുടെ ഫോർമർ PSC മെമ്പറാണ്, OSI മെമ്പറാണ്. ഈ സ്കൂളിന്റെ വൈസ് ചെയർമാൻ അലക്സ് പി ഉമ്മനച്ചന്, ബോർഡ് മെമ്പർ ഡോക്ടർ ജയരാജ്, കൗൺസിലർ സുകന്യ മാഡം, PTA വൈസ് പ്രസിഡന്റ് ഹിമ രാജീവ് മാഡം, പ്രിയമുള്ള ഹെഡ്മിസ്ട്രസ്, കൂടിയിരിക്കുന്ന OSI അംഗങ്ങളെ, അധ്യാപകരെ, പ്രിയമുള്ളവരെ, ഫോർട്ട് മിഷൻ സ്കൂളിന്റെ ഏറ്റവും പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. 162 വർഷം മുമ്പ് ഇംഗ്ലണ്ടിൽ നിന്നൊരു പെൺകുട്ടി തിരുവിതാംകൂറിനെ പറ്റിയും ഭാരതത്തെ പറ്റിയും കേട്ടറിഞ്ഞും യാത്രാവർണ്ണങ്ങളിലൂടൊക്കെ മനസ്സിലാക്കി ഈ തിരുവിതാംകൂറിൽ ഈ പ്രദേശത്ത് വന്ന് ആ സമയത്ത് അന്ധവിശ്വാസത്തിന്റെ അനാചാരത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു, ശൈശവ വിവാഹത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. ഭർത്താവ് മരിച്ച ഭാര്യ തലമുണ്ടനം ചെയ്ത് അഗ്രഹാരത്തിന്റെ അകത്തരങ്ങളിൽ ജീവിച്ച് ഇന്ന് ഒതുങ്ങിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തില് ഇവിടെ ഒന്ന് 3 വിദ്യാർത്ഥികളെ കൊണ്ട് ആരംഭിച്ച ഈ സ്കൂളിൽ നിന്ന് 800-ലധികം വിദ്യാർത്ഥികളുള്ള ഒരു വലിയൊരു സ്കൂളായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. ഈ സ്കൂൾ എന്ന് പറയുന്നത് ഇവിടെ പഠിച്ച ഓൾഡ് സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം, ഇതൊരു സാധാരണ സ്കൂളല്ല. നമ്മൾ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്കൂളല്ല ഇത്, മറിച്ച് ഈ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥികളും ഒരു ഉത്തമ വനിതയായിട്ട് അങ്ങനെ മാറാൻ സാധിക്കും. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി, നീതിബോധത്തോടുകൂടി സമൂഹത്തിനും കുടുംബത്തിനും ദേശത്തിനും നല്ല ഉത്തമ മാതൃകയുള്ള സ്ത്രീകളായിട്ട് മാറുവാൻ ഉള്ള ഒരു പാഠശാലയാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച സമയത്ത് തുടങ്ങിയ ഈ സ്കൂള് ഇന്നും ഒരു വലിയൊരു വിളക്ക് മരമായിട്ട് ഈ പ്രദേശത്ത് നിലനിൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ജൂണില് യൂറോപ്പ് സന്ദർശിക്കാൻ പോയപ്പോ ഇംഗ്ലണ്ടിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ, ലണ്ടനിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ ലെവിഷാം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ലേഡിവെൽ എന്നൊരു സെമിട്രി ഉണ്ട്. 1000-കണക്കിന് ആൾക്കാരെ അടക്കിയിട്ടുള്ള ഒരു സെമിട്രിയാണ്. ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ആണ്, ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു സെമിട്രിയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ഇവരുടെ ശവകുടീരം അന്വേഷിച്ച് കറസ്പോണ്ടൻസ് ഒക്കെ നടത്തി അവസാനം മനസ്സിലായി ഇന്ന സെമിട്രിയിലാണ് അവരുടെ ശവകുടീരം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ലണ്ടനിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ലെവിഷാമിൽ ചെന്ന് ലേഡിവെൽ സെമിട്രിയിൽ രാവിലെ 10 മണിക്ക് ചെന്നതാണ്. 10 മണി മുതൽ അന്വേഷിച്ച് ഈ കല്ലറ കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് വേൾഡ് വാറിന്റെ, സെക്കൻഡ് വേൾഡ് വാറിന്റെ ഉൾപ്പെടെയുള്ള ആൾക്കാർ അടക്കിയിരിക്കുന്ന സെമിട്രിയിൽ ഈ കല്ലറ കണ്ടുപിടിക്കാൻ, ഈ ശവകുടീരം കണ്ടുപിടിക്കാൻ ഞാൻ 10 മണി മുതൽ 4 മണി വരെ തിരഞ്ഞു നടന്നിട്ട് അവസാനം അവരുടെ ആ ശവകുടീരം എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. ആ ശവകുടീരത്തിന് മുമ്പിൽ നിന്നപ്പോൾ ഞാൻ സ്തബ്ധനായി ഒരു നിമിഷം നിന്നുപോയി. വികാര വിഷയത്തിനായിട്ട് ഞാൻ ഒരു നിമിഷം നിന്നുപോയി. ഞാൻ ഇവരെ പറ്റി ബുക്കുകൾ വായിച്ചതും കേട്ടറിഞ്ഞുമായിട്ടുള്ള കഥകൾ മാത്രമേ എനിക്ക് ഇവരെ പറ്റി അറിയൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങള് എനിക്ക് നല്ലതായിട്ട് ബോധ്യപ്പെട്ടു. ഇതെല്ലാം സത്യമാണല്ലോ, ഇതെല്ലാം വാസ്തവമാണല്ലോ എന്ന് എനിക്കൊരു നിമിഷം മനസ്സിലാക്കാൻ സാധിച്ചു.
ഞാൻ അച്ചു ശങ്കർ സാറിനോടൊക്കെ ഇവരെ പറ്റി ചോദിച്ചു തന്നിട്ടുണ്ട്. അച്ചു ശങ്കർ സാറൊക്കെ ഇതിന്റെ ഈ ലേഡിയെ പറ്റിയുള്ള ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്, ഒത്തിരി വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിത്വമാണ് അച്ചു ശങ്കർ സാർ. അപ്പൊ ഈ ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വാസ്തവമാണ്, സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. അത്തരം ഒരു മഹനീയമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു സ്ത്രീ. ഞാൻ വിചാരിക്കുന്നു കേരളം എന്നൊരു സ്ഥലത്തു നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി എത്തിയിട്ടുണ്ട്. ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അത്ര മഹനീയ വ്യക്തിത്വമായ ആണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഈ കേരളത്തിൽ നിന്ന് ഒരാൾ അവരുടെ ശവകുടീരം അന്വേഷിച്ച് ഇംഗ്ലണ്ടിലെ ലിവിഷാം എന്ന സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ ആ ലേഡി എന്തുമാത്രം മഹനീയ വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്നുള്ളത് ഓർക്കുകയാണ്. ആ മഹനീയ വ്യക്തിത്വത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന മധ്യകേരള മഹായിടവകയുടെ അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു ചെറിയ തിരുമേനി വളരെ തിരക്കുള്ള തിരുമേനിയാണ്. ഇന്നലെയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വന്നത്. സഭയ്ക്കും സമുദായത്തിനും സമൂഹത്തിനെല്ലാം ശക്തമായ മാതൃകാപരമായ നേതൃത്വം ഈ കാലയളവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന തിരുമേനിയാണ്. ഞാൻ മാതൃകാപരമായ ഒരു നേതൃത്വം എന്ന് പറയാൻ കാര്യം ചെയ്ത് കാണിച്ചുകൊണ്ട് ഈ കേരളത്തിലെ കൃഷി, മധ്യകേരള മഹായിടവയുടെ ഒരു സ്ഥലം പോലും വെറുതെ കൃഷിയോഗ്യമായ ഒരു സ്ഥലം പോലും പാഴാക്കി ഇടാൻ പാടില്ല. എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യണമെന്ന് പറഞ്ഞ് പരമ്പരാഗതമായ കൃഷിയിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായുള്ള കൃഷികൾ ചെയ്ത് അതിന്റെ ഫലങ്ങൾ കാണിച്ച് റിസൾട്ട് കാണിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ തിരുമേനിയെ പറ്റി പലതും, ഈ കൃഷിയെ പറ്റി പലരും വിമർശിക്കാറുണ്ട്. എന്തിനാണ് ഇപ്പൊ കൃഷി ചെയ്യുന്നത്, തിരുമേനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ, ഇതുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടെന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരാറുണ്ട്. നമുക്കറിയാം, എന്ത് നന്മ ചെയ്താലും മന്ത്രിക്കും അറിയാം, എന്ത് നന്മ ചെയ്താലും അത് തിന്മയാക്കി മാറ്റുന്ന യന്ത്രമാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ. എന്നാൽ ആ വിമർശനത്തിനൊക്കെ മുമ്പിൽ നിന്ന് മുട്ടുമടക്കാതെ തന്നെ തിരുമേനി മാതൃകാപരമായ നേതൃത്വം സമൂഹത്തിന് സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന തിരുമേനിയെ ഞാൻ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സമഗ്രമായ മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശിവൻകുട്ടി സാറ്. ഇപ്പം ഗവൺമെന്റ് സ്കൂളുകളുടെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ ഈ എയ്ഡഡ് സ്കൂളുകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളും പുതിയ ബിൽഡിംഗ് വെച്ച് ഏറ്റവും മോഡേൺ ആക്കി ഏറ്റവും നല്ല സ്കൂളുകളാക്കി മാറുകയാണ്. ആ രീതിയിലേക്ക് മാറുവാൻ എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് പാടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഫലമാണ് ഇന്ന് ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കുവാൻ ഒരു കാരണം. നമ്മുടെ ഗവൺമെന്റ് സ്കൂളിനോടൊപ്പം നിൽക്കുവാൻ വേണ്ടി നമ്മൾ പാടുപെടുകയാണ്. ഈ സമയം അതിക്രമിച്ചു പോയതുകൊണ്ട് ഞാൻ ശിവൻകുട്ടി സാറിനെ ഞാൻ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ അച്യുത് ശങ്കർ സാറ് അടിസ്ഥാനപരമായിട്ട് ഒരു എഞ്ചിനീയറാണ്. എന്നാൽ ചരിത്രത്തെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ചരിത്രത്തെ പറ്റി കൂടുതൽ പഠിച്ച് കൂടുതൽ ബുക്കുകൾ എഴുതി കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അച്യുത് ശങ്കർ സാർ. അച്യുത് ശങ്കർ സാറിന്റെ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പാർവതി മാഡം OSAയുടെ റെപ്രസെന്റേറ്റീവ് ആണ്. ഈ സ്കൂളിൽ മുമ്പ് പഠിച്ചതാണ്. അതിലുപരി ശിവൻകുട്ടി സാറിന്റെ സഹധർമ്മിണി കൂടിയാണ്. മാഡത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ജയരാജൻ സൗത്ത് കേരള ഡയോസിസിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. ജയരാജനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വാർഡിന്റെ കൗൺസിലർ ഇവിടെ സന്നിഹിതയായിട്ടുണ്ട്, ശ്രീമതി സുകന്യ O. മാഡത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹേമ മാഡം വൈസ് പ്രസിഡന്റ്, PTA വൈസ് പ്രസിഡന്റ് ആണ്. ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ബോർഡ് മെമ്പേഴ്സ്, അവരെ ഞാൻ വളരെയധികം നന്ദിയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അവരെനിക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യവും എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഞാൻ അവർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് അവരെ ഏവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ എല്ലാ പ്രതിനിധികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവരുടെ സ്കൂളിന്റെ എല്ലാ കാര്യത്തിലും മുന്നിട്ട് നമ്മളിവിടെ സഹായിക്കാനുണ്ട്. ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ക്രൈസ്റ്റ് ചർച്ചിന്റെ വികാരി, ഈ ബോർഡിന്റെ വൈസ് ചെയർമാനുമായിരിക്കുന്ന അലക്സ് പി അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനെ ഞാൻ ഹാർദവമായിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും, പ്രത്യേകിച്ച് സണ്ണിക്കുട്ടി എബ്രഹാം സാറുണ്ട്, ജോൺ മുണ്ടക്കെ സാറുണ്ട്, വളരെ പ്രമുഖ വ്യക്തികളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാം ഞാൻ ഓരോരുത്തരെ പേര് പറയാൻ എനിക്ക് വിട്ടുപോകും പലരെയും, അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്ക് വിരമിക്കുന്നു. നന്ദി.
I most respectfully call upon Right Reverend Dr. Malik Sabu Koshicharyan, Bishop CSI Madhya Diocese, to deliver the presidential address. കേരളത്തിന്റെ ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ, സൗത്ത് കേരള മഹാ ഇടവകയുടെ ബിഷപ്പ് പാനൽ ഇലക്ട് മന്ദിരായ ജയരാജൻ ഉൾപ്പെടെ വേദിയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ സമ്മേളനത്തിൽ വന്ന് പങ്കെടുക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ആദരണീയനായ മന്ത്രിക്ക് 6:30 പോകണം എന്ന് പാർവതി മാഡത്തിൽ നിന്ന് അറിഞ്ഞതുമാണ്. അതുകൊണ്ട് വളരെ ചുരുക്കമായി 2-3 കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ആദ്യമേ തന്നെ കേരള വിദ്യാഭ്യാസ മേഖലയും ഭിന്നശേഷി നിയമനം സംബന്ധിച്ച് ധാരാളമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായി പ്രതികരിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം ഏതാണ്ട് 150ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മധ്യകേരള മഹാ ഇടവകയുടെ സ്ഥാപനങ്ങളായി ഉണ്ട് എന്നുള്ളത് കൊണ്ടും ആദരണീയനായ മന്ത്രി അതിന് പരിഹാരം കണ്ടെത്തി നൽകി എന്നുള്ളത് കൊണ്ട് ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ പ്രതിനിധി എന്ന നിലയിൽ വളരെ ആദരവോടെ അങ്ങയോട് നന്ദി അറിയിക്കട്ടെ. ഇത് തീർച്ചയായിട്ടും അങ്ങയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. നടക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അല്പം സമയം എടുക്കും, കാരണങ്ങൾ കോടതിയുടെ വ്യവഹാരങ്ങളൊക്കെ ഉള്ളതായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും യഥാസമയം അതിന് അങ്ങ് എടുത്ത നേതൃത്വം, തീരുമാനം ഏറെ ശ്ലാഘനീയമാണ്. നന്ദി അറിയിക്കുന്നു. ഈ സ്ഥാപനം ഈ നാടിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. സ്വാഗത പ്രസംഗത്തിൽ ഉറപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം എന്നത് അറിവ് പകർന്നു കൊടുക്കുക മാത്രമല്ല, ഒരു വ്യക്തിയെ മോൾഡ് ചെയ്തെടുക്കുന്ന, സമൂഹത്തിന് കൊള്ളാവുന്ന ഒരു വ്യക്തിയായി വളർത്തിയെടുക്കുന്ന വലിയ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. അതിന് 100% ഊന്നൽ നൽകുന്നു ഈ സ്ഥാപനം എന്നുള്ളതാണ് ഏറെ പ്രശംസനീയമായ കാര്യം. ഇവിടെ വിദ്യാഭ്യാസത്തിന് അറിവ് പകർന്നു കൊടുക്കുക മാത്രമല്ല, ആളിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന വലിയ പ്രക്രിയ. അതുകൊണ്ടാണ് ഈ സ്കൂളിന്റെ പ്രസക്തി ഇന്നും നിലനിൽക്കുന്നത്. നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒത്തിരി നല്ല സ്കൂളുകൾ, നല്ലത് ഇൻ ദ സെൻസ് സ്ഥല പരിമിതികൾ ഒട്ടുമില്ലാതെ ഇഷ്ടംപോലെ പ്ലേ ഗ്രൗണ്ടുകളൊക്കെ ഉള്ള ധാരാളം കോളേജ് സ്കൂളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ടെങ്കിലും ഇന്നും ഈ സ്കൂളിന് അഡ്മിഷൻ നൽകുവാൻ സാധിക്കാത്തതുപോലെ വിദ്യാർത്ഥികളെ ലഭിക്കുന്നു എന്നത് ഈ സ്കൂള് നിലനിർത്തുന്ന അതിന്റെ പാരമ്പര്യം അതേപടി നിലനിർത്തുന്നുള്ളത്. പിന്നിൽ അധ്വാനിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന അധ്യാപക ഒരു സമൂഹം, അനധ്യാപക സമൂഹം, അവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ സ്കൂളിന് മാനേജറായി പ്രവർത്തിക്കുന്ന സുഗുസി ഉമ്മന്റെ നേതൃത്വം, അതിന്റെ ഫലമാണ് 2 പുതിയ കെട്ടിടങ്ങൾ, ഇതിന്റെ പിന്നിലൊരു കെട്ടിടവും ഇതും പൂർത്തീകരിക്കുവാൻ സാധിച്ചത്. അതിന് ഗവൺമെന്റ് നൽകിയ വലിയ പിന്തുണയുണ്ട്. അതിന് ഒരു നന്ദി പറയാതിരിക്കാൻ സാധിക്കില്ല. സ്ഥലപരിമിതികളൊക്കെ ഉണ്ട്. ഗവൺമെന്റ് എല്ലാ നിയമങ്ങളും പാലിക്കാൻ പോയാൽ കെട്ടിടം ഉണ്ടാകത്തില്ല. പക്ഷേ വിദ്യാർത്ഥികളുടെ പഠനത്തിന് ഇത് ആവശ്യമെന്ന് കണ്ട് അതിനു വേണ്ട എല്ലാ ഒത്താശകളും നൽകി തന്ന ഗവൺമെന്റ്, അതോടൊപ്പം തന്നെ ഇതിന് സധൈര്യം മുന്നിട്ടിറങ്ങി പണം കണ്ടെത്തി ഇത് പൂർത്തീകരിച്ച സുഗൂസി ഉമ്മനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ നന്മയും ഈ സ്കൂളിൽ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. കോട്ടയത്ത് നിന്ന് എന്നെയും ഇതിന്റെ ഭാഗമാക്കിയതിനൊരു നന്ദി പറയട്ടെ. പഴയ ബിൽഡിംഗ് പ്രതിഷ്ഠിച്ചപ്പോഴും എനിക്കും ഇതിന്റെ ഭാഗമാകുവാനിടയായി. ഇതിനും ക്ഷണിച്ചതിനും നന്ദി. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം സമഗ്രമായ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്ന അമരക്കാരൻ, സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കിയ കർമ്മനിരതൻ, അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം പൊതുവിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിൽ എത്തിക്കുവാൻ പ്രയത്നിക്കുന്ന ദീർഘദർശി, വിദ്യാഭ്യാസം എല്ലാവർക്കും എന്ന ആശയത്തിൽ ഊന്നിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന മികച്ച ഭരണാധിപൻ, കേരളത്തിന്റെ പ്രിയങ്കരനായ വിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ വി ശിവൻകുട്ടി അവർകളെ മിസ് എമ്മ ബോമോട്ട് സ്മരണാർത്ഥം നിർമ്മിക്കപ്പെട്ട EB ബ്ലോക്കിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ബഹുമാനിക്ക് പ്രിയപ്പെട്ടവർ, തിരുവനന്തപുരത്തിലെ എന്നില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ തനതായ മുദ്ര പതിപ്പിച്ച ഫോർത്ത് മിഷൻ ഗേൾസ് ഹൈസ്കൂളിന് പുതിയ മുഖച്ഛായ നൽകുന്ന ഈ അത്യാധുനിക ബ്ലോക്കിനെ ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കേരളത്തെ ഇന്നത്തെ നിലയിൽ എത്തിക്കുവാൻ മിഷണറിമാർ നടത്തിയ ശ്രമങ്ങളെ വിദ്യാഭ്യാസ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. എന്നാൽ അതിനെല്ലാം തേച്ചു മാറ്റി പറയുന്നതിന് വേണ്ടി ചില ആൾക്കാർ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുക. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ന് വഴി അറിവിനെ ജനാധിപത്യവൽക്കരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം എയ്ഡഡ് മാനേജ്മെന്റിനോട് ചേർന്ന് എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം മാത്രമല്ല ഉള്ളത്, വ്യക്തിപരമായി ഇന്ത്യ സ്കൂളിനോട് വൈകാരികമായ ഒരു ബന്ധം കൂടിയുണ്ട്. എൻ്റെ ജീവിത പങ്കാളി പാർവതി പഠിച്ച് വളർന്ന ഈ വിദ്യാലയത്തിന്റെ അങ്കണത്തിലാണ് ഞാനിപ്പോൾ എത്തുന്നത്. പഴയകാലത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഈ സ്കൂൾ നൽകിയ അറിവിനെ കുറിച്ചും ഇവിടുത്തെ അധ്യാപകരെ കുറിച്ചും പാർവതി അഭിമാനത്തോടു കൂടി ഓർക്കാറുണ്ട്. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിലും കാഴ്ചപ്പാടിനും സ്കൂൾ കാലഘട്ടം എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതിന് ഉദാഹരണമാണ് ഈ സ്ഥാപനം. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന്റെ വികസനത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് എനിക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ മാറ്റം ഘട്ടങ്ങൾ മാത്രമല്ല, കുട്ടികളുടെ സർഗാത്മകതയും ചിന്താശേഷിയും വളർത്തുന്നവരുടേതായി വിദ്യാലയങ്ങൾ മാറുന്നു. 2013 ഈ സ്കൂളിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ വിഭാവന ചെയ്ത വികസന സ്വപ്നങ്ങളുടെ തുടർച്ചയാണിത്. ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പഴയ പ്രതാപം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ നമ്മൾ കുട്ടികളെ പ്രാപ്തമാക്കണം. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടികളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ പരിശ്രമിക്കണം. ഈ പുതിയ കെട്ടിടം അറിവിന്റെയും നന്മയുടെയും വലിയ ലോകത്തേക്ക് നമ്മുടെ കുട്ടികളെ നയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർണ്ണമായിട്ടുള്ള അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ പുതിയ ബ്ലോക്ക് നാടിനായി സമർപ്പിച്ചതായി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മികച്ച
വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയത് ഈ സമയം ഓർക്കുകയാണ്. സൗത്ത് കേരള ഡയസിസിൽ ഒരു ബിഷപ്പില്ലായിരുന്ന സമയത്ത് അഭിനന്ദ സാബകോശി തിരുമേനിയുടെയും ഇന്ന് ഇതിന്റെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെയൊക്കെ സേവനം വളരെ അനുഗ്രഹമായി നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് ഇവിടെയുള്ള പ്രിൻസിപ്പൽ, അധ്യാപകർ, അനധ്യാപകർ അവിടെ എല്ലാവരുടെയും പിന്തുണയുണ്ടായി. വളരെ നന്നായി നമുക്ക് ഈ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വിദ്യാഭ്യാസം എന്നതിനേക്കാൾ ഉപരി ഒരു സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ പരിപോഷണവും വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലഭിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ AI കടന്നുകയറ്റം വരുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് മികവുറ്റ ഒരു സ്ഥാപനമായി നമ്മൾ ഇതിനെ ഉയർത്തിക്കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇന്നത്തെ തലമുറയ്ക്ക് കാലഘട്ടത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് AI പോലുള്ള ജ്ഞാനവൃക്ഷത്തിന്റെ കടന്നുകയറ്റം പുതിയ മേഖലകളിലേക്ക് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ പരിമിതമായ സാഹചര്യമാണെങ്കിലും ഉള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകാനായിട്ട് വേണ്ടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിന് ഉണ്ടായി. അതിലേറെ സന്തോഷമുണ്ട്. ഇനി ഇത്രയും കരുത്തുറ്റ നേതൃത്വം നൽകുന്ന അഭിനന്ദ തിരുമേനി, അതുപോലെ മാനേജർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഈ സംരംഭങ്ങളുടെ പിന്നിലുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ലഭ്യമായ വിഭവങ്ങളെ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിനും എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനൊക്കെയും വേണ്ടുന്ന ക്രമീകരണങ്ങൾ മാനേജറുടെ ഭാഗത്തുനിന്നുണ്ടായി. അദ്ദേഹം ഒരു നല്ലൊരു ഗവേഷകനായി ഇതിന്റെ പ്രത്യേകിച്ച് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള ചില വിഷയങ്ങളൊക്കെ അതൊക്കെ മനസ്സിലാക്കി ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് നമുക്ക് വളരെയേറെ ലഭിച്ചു. പാർവതി മേഡം നമ്മുടെ വേദിയിലുണ്ട്. അവിടേതായ പ്രോത്സാഹനവും അവിടേതായ സഹായവും ഒക്കെ വളരെ ലഭിച്ചു. അതുകൊണ്ട് മിനിസ്റ്ററുടെയും കേരള ഗവൺമെന്റിന്റെയും പൂർണ്ണ സപ്പോർട്ട് നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ബഹുനിരായ ഈ സമൂഹത്തെ വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്നവരുടെ പിന്തുണ നമുക്ക് ലഭിച്ചത് ഈ സ്ഥാപനത്തെ ഇത്തരത്തിലുള്ള വളർച്ചയ്ക്ക് മുഖാന്തരമായി. ഇനിയും ഈ സ്ഥാപനം വളരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദക്ഷിണ കേരള മഹായുടെ പേരിലുള്ള എല്ലാ പിന്തുണയും എല്ലാ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് പുതിയ തലമുറയ്ക്ക് കാലഘട്ടത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് മികവുറ്റ വിദ്യാഭ്യാസം നൽകുന്നതിന് ഇവിടെയുള്ള അധ്യാപകരെയും അനധ്യാപകരെയും ഒക്കെ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. To provide us with intellectual direction and academic inspiration, I invite Dr. Achyut Shankar, former professor and head of the Department of Computational Biology and Bioinformatics, University of Kerala, to deliver the keynote address. സദസ്സിലിരിക്കുന്ന അഭിവന്യരായ പിതാക്കന്മാർ, സ്കൂളിൻ്റെ ഭാരവാഹിത്വം സുപ്രധാനമായിട്ട് വഹിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ സുഗു ഉമ്മൻ, സദസ്സിൽ ഇരിക്കുന്ന മുൻ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വിദ്യാർത്ഥിനികൾ, അധ്യാപകർ, സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ സ്കൂളിൽ ഇതിന് പുറകിലുള്ള ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്ത സമയത്തും ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയുണ്ടായി. ഇപ്പോഴിതാ ഈ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേദിയിലും പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിച്ചത് വളരെ വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കരുതുന്നു. നമ്മൾ ഈ കെട്ടിടം മാത്രമല്ല, ഈ കെട്ടിടത്തിന് പേരിട്ടിരിക്കുന്നത് എമ്മ ഡിമോൺ മെമ്മോറിയൽ ബിൽഡിംഗ് എന്ന്. ഇവിടെ നടന്ന പ്രസംഗങ്ങളിലും പരാമർശിക്കപ്പെട്ടത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ഒരു ഗുരു പരമ്പരയെക്കുറിച്ചാണ്. അത് മിസ്സിസ് ബ്ലാൻഫോർഡ് തുടങ്ങി മിസ്സിസ് കോക്സ്, ഡോസൺ, അതുപോലെ എമ്മ ബിമൺ, അതിനുശേഷം നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഒരുപാട് അധ്യാപകർ, അവരുടെ എല്ലാം ഗുരുസ്ഥാനീയമായിട്ടുള്ള പ്രകടനം കൊണ്ടാണ് ഈ സ്കൂള് ശ്രദ്ധേയമായിട്ട് നിൽക്കുന്നത്. ഞാൻ അവർക്കെല്ലാം
അത് ഈ മൺമറഞ്ഞു പോയവർക്ക് ഞാൻ സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അധ്യാപകരെല്ലാം എല്ലാ ഗുരുക്കന്മാരും ചെയ്യുന്നത് ഏറ്റവും എളുപ്പം പറയാവുന്നത് യേശുദാസിൻ്റെ മനോഹരമായൊരു ഗാനത്തിലെ ഒരു ചെറിയ ശകലം സൂചിപ്പിച്ചാലാണ്. കാരണം അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന വേറെ കാര്യമാണെങ്കിലും ആ വരി മാത്രം എടുത്ത് ആലോചിച്ചാൽ നമുക്ക് തോന്നും അധ്യാപകരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് എന്ന് തോന്നും. ഇവരുടെ എല്ലാ സ്മരണാർത്ഥം ഞാൻ ആ വരി ഇവിടെ ചൊല്ലുകയാണ്. ഞാനറിയാതെൻ്റെ മാനസജാലക വാതിൽ തുറക്കുന്നു നിങ്ങൾ. അങ്ങനെ നമ്മളറിയാതെ ഈ വിദ്യാലയത്തിലൂടെ പഠിച്ചിറങ്ങിയ എത്രയോ വിദ്യാർത്ഥികൾ അവരറിയാതെ അവരുടെ മാനസജാലക വാതിൽ തുറന്ന ഈ മഹത് വ്യക്തികൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ ഈ മന്ദിരം നാമകരണം ചെയ്തിരിക്കുന്ന എമ്മ ഭീമൺ, അവരെ പ്രത്യേകിച്ചും ഞാൻ സ്മരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങുകയാണ്. എമ്മ ഭീമൺ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒരുപാട് കാലം വസിച്ച് തിരുവനന്തപുരത്ത് തന്നെ അന്തരിച്ച് ക്രൈസ്റ്റ് ചർച്ചിൽ അടക്കം ചെയ്തിട്ടുള്ളൊരു വനിതയാണ്. അവർ ക്രൈസ്റ്റ് ചർച്ചിലെ സംഗീത മ്യൂസിക് ക്വയറിൽ വളരെ പ്രഗത്ഭയായിട്ടുള്ളൊരു അംഗമായിരുന്നു. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഒരംഗം വന്നിരുന്നു. എമ്മ ഭീമന്റെ ഭർത്താവ് ഈ പാലസ് ഡോക്ടർ എന്ന് പറഞ്ഞ പ്രത്യേക പ്രമുഖ സ്ഥാനം അലങ്കരിച്ചിരുന്നൊരു വ്യക്തിയും കൂടെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കാമ്പൽ പെർക്കിൻസ് എന്നാണ്. ഈ സ്കൂളിന് ചരിത്രം ഞാനിവിടെ നേരത്തെ വന്നപ്പോൾ എനിക്കറിയാവുന്ന ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചുരുക്കി 1-2 കാര്യം കൂടെ പറയുകയാണ്, അഥവാ പുതുതായിട്ട് അറിഞ്ഞ കാര്യം കൂടെ പറയുകയാണ്. ഈ സ്കൂളിൻ്റെ ഒരു വലിയ പ്രത്യേകത, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന ഹിന്ദുക്കൾ വളരെ ദിവ്യമായി, അല്ലെങ്കിൽ രാജകുടുംബം ഏറ്റവും ദിവ്യമായി കരുതിയിരിക്കുന്ന ഒരു ക്ഷേത്രത്തിനെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു കോട്ടയ്ക്കകത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത്. അതിൻ്റെ പ്രസക്തി ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാനിടയില്ല. കാരണം ഇന്ന് നമ്മുടെ ലോകം എല്ലാവർക്കും സ്വതന്ത്രമായി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാവുന്ന ഒരു കാലമായിട്ട് മാറി. പക്ഷേ ഈ കോട്ടയ്ക്കകത്ത് അന്യമതസ്ഥരായിട്ടുള്ളവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതിരുന്ന കാലത്താണ് ഈ സ്കൂൾ ഇവിടെ സ്ഥാപിച്ചതെന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യമാണ്. ഞാനതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഗവേഷണം ചെയ്തപ്പോൾ മനസ്സിലായത്, ഇതിന് നേരെ പുറകിൽ ഈ വലിയ മരം കാണുന്ന ആ കോമ്പൗണ്ട്, അവിടെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. ആ കൊട്ടാരത്തിൻ്റെ പേര് പത്മവിലാസം കൊട്ടാരം എന്നാണ്. ഇപ്പോൾ അത് ഇടിച്ചു കളഞ്ഞിട്ട് അവിടെ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ് ഇപ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്നത്. പഴയ കെട്ടിടം, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ അഡ്മിഷൻ കിട്ടിയോ എന്ന് അറിയാൻ ഇവിടെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഈ കെട്ടിടത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളെയും നമുക്കറിയാം. ഇത് പണ്ട് ഈ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സ്റ്റാച്യുവിൽ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന പ്രതിമ, ആ സ്ഥലത്തിന് പേര് വരാൻ കാരണമായിട്ടുള്ള മാധവറാവു ആണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾ. അദ്ദേഹമാണ് ഈ സ്കൂളിന് പെർമിഷൻ കൊടുത്തത്. അത് എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു രഹസ്യ കാരണം കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ, ഒരു മദാമ്മയായിരുന്നു. അദ്ദേഹം ഇവിടെ താമസിക്കാൻ വന്നപ്പോൾ തന്നെ ഇവിടെ അന്യമതസ്ഥരായിട്ടുള്ള ആൾ പ്രവേശിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ, ആ മദാമ്മ കുട്ടിക്ക് ഉൾപ്പെടെ പഠിക്കാൻ ഒരവസരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പിന്നിലുണ്ടായിരുന്ന പ്രേതബാധയുണ്ടെന്ന് ആൾക്കാർ പേടിച്ച് വരാതിരുന്ന വടക്കേ കൊട്ടാരം അദ്ദേഹം സ്കൂളിന് ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു. പണ്ട് നമ്മളൊരു തമാശ പറയായിരുന്നല്ലോ, ക്രിസ്ത്യാനികൾ പറയും ഈ പ്രേതമെല്ലാം ഹിന്ദു പ്രേതങ്ങളാണ്, ഞങ്ങളെ പിടിക്കൂല, അത് ഹിന്ദുക്കളെ മാത്രമേ പിടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരാ വളരെ ദൈവചിന്തയോടുകൂടി മിസ് ബ്ലാൻഫർഡ് ഈ സ്കൂള്, ഈ കൊട്ടാരത്തിനകത്ത് സ്കൂൾ പ്രവർത്തനം തുടങ്ങി. ആ കൊട്ടാരം ഇതല്ല, ഇത് 1914 ഉണ്ടാക്കിയ കെട്ടിടമാണ്. നേരത്തെയുള്ള കെട്ടിടം ഒരു മഴയത്ത് ഇടിഞ്ഞുപോയി. ഭാഗ്യത്തിന് ആർക്കും ഒന്നും സംഭവിച്ചില്ല. അവരനേകം വർഷം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു മിസ്സിസ് ബ്ലാൻഫർഡ്. അന്ന് ഇവിടെ എല്ലാ പ്രാസംഗികരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൽ പല വിവേചനങ്ങളുണ്ടായിരുന്നു. ജാതി വിവേചനമായിരുന്നു ഏറ്റവും പ്രധാനം. പക്ഷെ സ്ത്രീ വിവേചനം എന്ന് പറഞ്ഞ പ്രത്യേക ഒരു ഇനം എല്ലാ സമൂഹത്തിനകത്തും, എല്ലാ ജാതിക്കകത്തും, എല്ലാ മതത്തിനകത്തും പഴയ കാലത്തുണ്ടായിരുന്നു. സ്ത്രീകളെ പഠിക്കാൻ വിടാതിരിക്കുക, വളരെ നേരത്തെ വിവാഹം കഴിപ്പിക്കുക, അതിനെല്ലാം പുറമെ അവർക്ക് അവരുടെ ഭർത്താവ് മരിച്ചു എന്ന പേരിൽ, ഇതാരാണെന്ന് പോലും ഈ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. ഈ മിസ്സിസ് ബ്ലാൻഫർഡ് ഒരു
ഹൃദയഭേദകമായിട്ടുള്ള ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു 10-11 വയസ്സുള്ള ഒരു പെൺകുട്ടി അത് മുറ്റത്തോടി നടന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ആൾക്കാർ വിലപിച്ചുകൊണ്ട് അവിടെ വന്ന് ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി മുട്ടയടിച്ച് ഒരു ഇരുട്ടറയിൽ തള്ളി, ഒരു ബ്രാഹ്മണ കുട്ടിയെ എന്നെഴുതിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലമായിട്ട് അവർ ഒരുപാട് പ്രവർത്തനം ഈ പെൺകുട്ടികളെ വിദ്യാലയത്തിലേക്ക് അയക്കാനും അവരുടെ വിവാഹം നീട്ടിവെക്കാനുമായിട്ട് ഒരുപാട് പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ എന്നെ അവിടെ വിളിക്കുന്നതിന് തന്നെ കാരണം ഈ സ്കൂളിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എൻ്റെ അമ്മയുടെ അമ്മുമ്മ വിദ്യാർത്ഥിയായിരുന്നു. മിസ്സസ് ബ്ലാൻഫേർഡ് ഇവിടെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നപ്പോഴായിരുന്നു അവർ വിദ്യാർത്ഥിനിയായിരുന്നത്. അവരെയും 11-ാം വയസ്സിൽ വിവാഹം കഴിക്കാൻ വീട്ടുകാർ തീരുമാനിച്ചപ്പോൾ ആ കുട്ടി സ്കൂളിൽ വന്ന് പറഞ്ഞപ്പോൾ മിസ്സിസ് ബ്ലാൻഫേർഡ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, മിസ്സിസ് ബ്ലാൻഫേർഡ് നടന്ന് വഞ്ചൂര് എൻ്റെ കുടുംബ വീട്ടിൽ, കയ്യാലെന്ന് പറഞ്ഞ വീട്ടിൽ വന്ന് വീട്ടുകാരോട്, അവർക്ക് മലയാളം അറിയാമായിരുന്നു, അവർ മുറി മലയാളത്തിൽ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് ആ കുട്ടിയുടെ വിവാഹം മാറ്റിവെച്ചത് 2 വർഷത്തേക്കേ മാറ്റിവെച്ചുള്ളൂ. അവർ 13-ാം വയസ്സായപ്പോൾ പ്രസവിക്കാൻ തുടങ്ങി, 10-12 കുട്ടികളെ പ്രസവിക്കുകയും ചെയ്തു. ആ ഓർമ്മയാണ് എന്നെ ഈ വിദ്യാലയവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. ബിക്കോസ് ഇവിടെ പഠിച്ച പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ നമുക്കെല്ലാവർക്കും അറിയാം. അടൂർ ബാസി മുതൽ സിനിമാ താരം കൽപ്പന മുതൽ ലളിതാംബിക IAS, മികച്ച ഗായികയായിട്ടുള്ള ഡോക്ടർ B അരുന്ധതി, അങ്ങനെ നീണ്ടു പോകുന്ന ഒരുപാട് പ്രഗത്ഭരുടെ. മാത്രമല്ല, ഇവിടെയാണ് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഓൾഡ് ഗേൾസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് ഇവിടുത്തെ മുതിർന്ന കുട്ടികളെ സർക്കാർ സ്കൂളിലേക്ക് മാറ്റിയപ്പോൾ അവരെല്ലാ വീക്കെൻഡിലും ഇവിടെ വന്ന് കൂടുമായിരുന്നു. ഓൾഡ് ഗേൾസ് അസോസിയേഷൻ എന്നാണ് പേര്. അതാണ് കേരളത്തിലെ ആദ്യത്തെ അലുമിനി അസോസിയേഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ ആദ്യമായിട്ടൊരു പാരന്റ് ടീച്ചർ അസോസിയേഷൻ ഉണ്ടാകുന്നതും കേരളത്തിലുണ്ടാകുന്നതും ഈ സ്കൂളിലാണെന്നാണ് പറയുന്നത്. നമുക്കതൊന്നും വെരിഫൈ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്ങനെയാണ് പരക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കാര്യം. പ്രൊട്ടസ്റ്റന്റ് സഭ മറ്റ് ക്രിസ്തീയ സഭകളിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്നത്, ഇപ്പോൾ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസിൽ വന്ന ക്രിസ്തുമത പ്രചാരണം കേരളത്തിൽ സാമൂഹികമായിട്ട് ഈ ജാതി വിവേചനത്തിൽ ഒരു മാറ്റം വരുത്തി കാണാം. പക്ഷെ അതൊഴിച്ച് അത് സാമൂഹികമായിട്ടൊരു വിപ്ലവത്തിന് അതിന് സാധിച്ചില്ല. അതിന് പ്രൊട്ടസ്റ്റന്റ് സഭ വരേണ്ടി വന്നു. കാരണം പ്രൊട്ടസ്റ്റന്റ് സഭ വിദ്യാഭ്യാസത്തോടു കൂടിയാണ് കേരളത്തിൽ എത്തിയത്. അവരുടെ സുപ്രധാനമായിട്ടുള്ള കർമ്മ മണ്ഡലം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമായിരുന്നു. ഞാനിവിടെ ഒരു തിരുമേനിയെടുത്ത് ഞാൻ പറയുമായിരുന്നു, ജോൺ റോബർട്ട്സ് എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് മിഷണറി തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ കിഴക്കൻ തിരുവിതാംകൂറിൽ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന ആളെ മഹാനായ സ്വാതി തിരുനാൾ ചെന്ന് സന്ദർശിക്കുകയും ആ സ്കൂൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ നാട്ടുകാർക്ക് അത്തരത്തിലൊരു സ്കൂൾ വേണം തോന്നി. സർക്കാർ ഉടമസ്ഥതയിൽ ജോൺ റോബർട്ട്സിനെ ക്ഷണിച്ചു തിരുവനന്തപുരത്ത് വന്ന് സ്കൂൾ തുടങ്ങാൻ. അദ്ദേഹം ഒരു കണ്ടീഷൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബൈബിൾ പഠിപ്പിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാതി തിരുനാൾ പത്മനാഭ ഭക്തനായിട്ടുള്ള ഒരു ബ്രാഹ്മണാധിപത്യത്തിൻ്റെ കീഴിൽ കഴിയുന്ന ഒരാളായിരുന്നെങ്കിലും അദ്ദേഹം വളരെ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം അത് അനുവദിക്കുകയും 250 ബൈബിൾ മദ്രാസിൽ നിന്ന് വാങ്ങിച്ച് ഇദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു കുട്ടികളെ പഠിപ്പിക്കാൻ. അപ്പം അതിനെപ്പറ്റി ചില രാഷ്ട്രീയം അറിയാവുന്നവർ പറയുന്നത്, ശ്രീ പെരപ്പങ്കോട് മുരളി MLA ത്തിലേക്ക് മാറിയാലും അവരും കൂടെ ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പടപൊരുതാൻ ഇറങ്ങും വിദ്യാഭ്യാസം കിട്ടുമ്പോൾ എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അത് അനുവദിച്ചതെന്ന് ഒരു വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ശരിയുമാണ്. ക്രിസ്തീയ സമൂഹവും കൂടെ ചേർന്നല്ലേ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാകുന്നത്. തുവാകിയ ഒരു സഭയുടെ പ്രൗഢമായിട്ടുള്ള ഒരു ഇടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സ്കൂള്, ഈ വിദ്യാലയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ 2 കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും ഞാൻ കണ്ടുകൊണ്ട് പറയുന്നത്, നമ്മൾ ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സന്ദേശം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പഴയ കെട്ടിടം ഇടിച്ചു പൊടിച്ച് കളഞ്ഞ് ആ സ്ഥാനത്ത് പുതിയൊരു കെട്ടിടം കെട്ടുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ശ്രീ സുഗു ഉമ്മൻ ഇത്തരം പ്രവർത്തനത്തിൽ മേൽനോട്ടം വഹിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടം, ഓടിട്ട കെട്ടിടം, മനോഹരമായ കെട്ടിടമായിരുന്നു. അതിൻ്റെ മുന്നിൽ ഒരു ചെറിയ മരവും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അഴികൾ അദ്ദേഹം എടുത്തിവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ കെട്ടിടത്തിൻ്റെ കൂരയും എല്ലാം ഇതിൻ്റെ ഒരു ഭംഗിക്ക് അനുയോജ്യമായ രീതിയിലാണ് അദ്ദേഹം രൂപകൽപ്പിച്ചിരിക്കുന്നത്. പുറകുവശത്തും അങ്ങനെയായിരുന്നു. ഇതിൻ്റെ കൂര ചെന്ന് ആ കൂരയിലോട്ട് തൊടുന്നിടത്ത് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഞാൻ കരുതുന്നു ഇത്തരം പ്രവർത്തനം
നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കുട്ടികളുടെ ഒരു സന്ദേശം ചെലുത്തും. ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് കളയുക എന്ന് പറഞ്ഞിട്ടുള്ള സന്ദേശമല്ല ഇവിടെ കൊടുക്കുന്നത്. ആവശ്യം കഴിഞ്ഞാലും നമ്മളെ ഇത്രയും കാലം സേവിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കുറച്ച് അംശങ്ങളും ലക്ഷണങ്ങളും ഈ സ്കൂളിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കുട്ടികൾക്ക് ഈ കെട്ടിടം വഴി കിട്ടുന്ന സന്ദേശം. അപ്പം അങ്ങനെ മനോഹരമായിട്ടുള്ള ഈ കെട്ടിടം അതിനെ പൂർത്തീകരിച്ചതിന് ഞാൻ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഈ മിസ് ബ്ലാൻഫോർഡിനെ പറ്റി 2 വരിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ സോഷ്യൽ മീഡിയയെക്കുറിച്ച് പരാമർശം നടക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ എന്ത് കണ്ടാലും ഉടനെ ഒരു ഫോട്ടോ എടുക്കുന്നു. ഞാനും വന്നപ്പോൾ 1-2 ഫോട്ടോ എടുത്തു. നമ്മളത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു, ആൾക്കാർ കാണുന്നു. നമ്മൾ കാണുന്നത് നമുക്ക് കാണുമ്പോൾ സന്തോഷമോ അഭിമാനമോ തോന്നുന്ന കാര്യം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് സോഷ്യൽ മീഡിയ വന്നപ്പോൾ തുടങ്ങിയതല്ല. അത് പണ്ട് മുതലേ ഉണ്ട്. പണ്ട് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ. കാരണം നമ്മുടെ കയ്യിൽ ക്യാമറ ഇല്ല, നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ല. പക്ഷെ ഞാൻ ആലോചിക്കുകയാണ്, മിസ് ബ്ലാൻഫോർഡ് തിരുവനന്തപുരത്ത് ജീവിച്ചപ്പോൾ അവർ തിരുവനന്തപുരത്ത് ജീവിതത്തിനെ കുറിച്ച് എഴുതിയ വരികൾ ഇന്ന് 150 വർഷത്തോളം ആകുന്നു. ആ എഴുതിയ വരികൾ ക്യാമറ ഇല്ലാതെ എങ്ങനെ ചിത്രമെടുക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ അണ്ണാൻ ഓടിക്കളിക്കുന്നത് ഉൾപ്പെടെ അവരെഴുതിയിരിക്കുകയാണ്. ഞാൻ ആ വരി വായിക്കാം. The sky is blue but not cloudless, nimble grey squirrels, favored by Rama according to the legend, and bearing the impress of his fingers in 3 black stripes on their back, chase one another over the tiled roofs of the houses and play hide and seek in the curiously carved garbles. അതിൻ്റെ മൂല ഓടിങ്ങനെ വന്ന് താഴോട്ട് കയറുന്നിടത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. And the black and white robin stops in his search for food to trill forth a note of gladness and praise. And contented looking cows and calves walk about where they please. എങ്ങനെ ഒരു ഗ്രാമമായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിനെ അവർ വരികളിലൂടെ, ഇത് വരി കൊണ്ടുള്ള ഫോട്ടോഗ്രാഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അക്ഷരങ്ങൾ കൊണ്ടുള്ള ഫോട്ടോഗ്രാഫാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ നടന്ന മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ള സൂചന അവരുടെ എഴുത്തിൽ മാത്രമാണുള്ളത്. അവർ ഈ കോട്ടയ്ക്കകത്ത് കിഴക്കേക്കോട്ട നടന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അവിടെ സ്ത്രീകൾ കുളിക്കുന്നുണ്ട്, ആരൊക്കെയോ മന്ത്രം ജപിക്കുന്നുണ്ട്. അതിനോടൊപ്പം അടുത്ത ഇത് പറഞ്ഞിരിക്കുന്നത്, സ്ട്രീറ്റ് വെൻഡേഴ്സ് ആർ ദെയർ ഹോക്കിംഗ് ദെയർ വെയേഴ്സ്, എ വുമൺ വിത്ത് എ ലാർജ് പോട്ട് ഓഫ് ബട്ടർ മിൽക്ക്. ഒരുത്തി ഒരു കുടത്തിൽ സംഭാരവും കൊണ്ട് വിൽക്കാൻ നടക്കുക. വിച്ച് ഷീ ലാഡിൽസ് ഔട്ട് ടു ഓൾ ഹു കോൾ ഹർ ടു ദെയർ ഡോർസ്, എ യങ് ബോയ് വിത്ത് ബ്രാൻഡ് ആൻഡ് മേരീസ് മാച്ചസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് പറഞ്ഞൂടെ, നമ്മൾ വളരെ ചെറുതായിട്ട് എടുക്കുന്ന ഒരു സാധനമാണ് തീപ്പെട്ടി. പക്ഷെ 1870 വരെ കേരളത്തിൽ തീപ്പെട്ടി ഇല്ലായിരുന്നു. അപ്പോൾ എങ്ങനെ ആൾക്കാർ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നു? അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലല്ലോ. ഇന്ന് നമുക്ക് അത്ഭുതം തോന്നും. അന്ന് കേരളത്തിൽ വേറൊരു ഉപകരണം ഉണ്ടായിരുന്നു, എൻ്റെ പേര് തീ കത്തി എന്നാണ്. പക്ഷെ അതെന്നും ഉപയോഗിക്കാൻ ഒക്കില്ല, അത് വളരെ ബുദ്ധിമുട്ടാണ് അത് വെച്ച് തീ കത്തിക്കണമെങ്കിൽ. അതുകൊണ്ട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൻ വീട്ടിലൊരു കിടാവിളക്ക് സൂക്ഷിച്ചിരുന്നു. ഇനി അവൻ്റെ വീട്ടിലില്ലെങ്കിൽ അടുത്ത അമ്പലത്തിൽ കിടാവിളക്ക് സൂക്ഷിച്ചിരുന്നു. തീ അവിടെ പോയി പകർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇത് ഹിന്ദുക്കൾ മാത്രമല്ല, നമ്മൾ ചേരമാൻ മസ്ജിദിൽ ചെന്നാൽ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു വിളക്കാണ് കാണുന്നത്. വിളക്കിൻ്റെ ഒരു ഉപയോഗം തീയെ സംരക്ഷിച്ച് നിർത്തുക, ആവശ്യമുള്ളപ്പോൾ ആൾക്കാർക്ക് പകർന്നെടുക്കാൻ കൊടുക്കുക എന്നുള്ളൊരർത്ഥം കൂടെ ഉണ്ട്. അത് മാറിയത് ഈ തീപ്പെട്ടി വന്നപ്പോഴാണ്. അത് സ്വീഡിഷ് തീപ്പെട്ടിയാണ്, ബ്രാൻ ആൻഡ് മേരീസ് മാച്ചസ്. അത് ഒരു കുട്ടി വിറ്റുകൊണ്ട് നടക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഷൗട്ടിങ് തീപ്പെട്ടി തീപ്പെട്ടി വിത്ത് ഓൾ ഹിസ് മൈറ്റ്, and a man with a round basket on his shoulders containing bread, which he announces by lusty cries, kodambu roti, kodambu roti. So it is so moving to read what Miss Blanford has written. എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെ നാട്ടിലാരും നമ്മുടെ നാടിനെ ഇങ്ങനെ നോക്കി വർണ്ണിക്കാറില്ല. അതിനൊരു കാരണം കൂടെ കാണും, അതെല്ലാം വളരെ സാധാരണമാണെന്ന് തോന്നുന്നു. അവർ വേറൊരു നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് അവർക്ക് വളരെ വലിയ കൗതുകം ഉണ്ടായിരുന്നു. അവരൊരു മിഷണറി പ്രവർത്തകയായിരുന്നെങ്കിലും അവരെ ഇവിടുത്തെ ജനങ്ങളുമായിട്ട്, സാമാന്യവുമായിട്ട് വളരെയധികം ഇഴുകിച്ചേരുകയും അതിലെ സ്ത്രീകളുടെ പ്രശ്നം അവരുടെ തന്നെ പ്രശ്നങ്ങളായിട്ട് മാറുകയും
വളരെ വൈകാരികമായി അതിനോട് പ്രതികരിക്കുകയും ചെയ്ത ഒരു മഹത് വനിതയും കൂടെയാണ്. അധ്യാപിക മാത്രമല്ല, ഒരു മഹത് വനിതയും കൂടെയാണ്. നമ്മൾ ഇതുപോലുള്ള വ്യക്തികളെ കുറിച്ച് എൻ്റെ അഭിപ്രായം, ഇതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട്. 180-ാം വർഷം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എനിക്കും അതിൽ പങ്കാളിയാവാൻ സാധിച്ചു. പക്ഷെ എൻ്റെ അഭിപ്രായം, ഇപ്പോഴത്തെ കുട്ടികളൊന്നും വലിയ പുസ്തകങ്ങളൊന്നും വായിക്കില്ല, പ്രത്യേകിച്ച് അക്കാഡമിക് ഭാഷയിൽ എഴുതിയ വായിക്കില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥന, ഇവിടെ പാർവതിയുണ്ട്, നല്ല എഴുത്തുകാരിയാണ്, ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി ചെറുതായിട്ട് എഴുതണം. അവർക്ക് താല്പര്യം ജനിച്ചാൽ അവർ പോയി വലുത് വായിക്കട്ടെ. അതിൻ്റെ തലക്കെട്ട് തന്നെ വ്യത്യാസമായിരിക്കണം. മിസ് ബ്ലാൻഫോർഡ് വിദ്യാഭ്യാസ രംഗത്ത് ചെയ്ത സേവനങ്ങൾ എന്ന് നമ്മുടെ യുവതലമുറ വായിക്കില്ല. ഗൈസ് കം ആൻഡ് റീഡ് അബൌട്ട് ബ്ലാൻഫോർഡ് എന്നൊക്കെ തലക്കെട്ടിട്ടുള്ള ചെറിയ പുസ്തകങ്ങൾ നമുക്ക് ആവശ്യമാണ്. അത് കൊടുക്കുമ്പോൾ അത് വായിച്ച് താല്പര്യം തോന്നുന്നവര് അവരെ കുറിച്ചിട്ടുള്ള വലിയ പുസ്തകമോ അവരെഴുതിയ ലാൻഡ് ഓഫ് കോൺസ്റ്റന്റോ ഒക്കെ വായിക്കാൻ തയ്യാറായി വരും. അങ്ങനെ ഒരു പ്രവർത്തനം കൂടെ ചെയ്യണം. എനിക്ക് ഈ സ്കൂളുമായിട്ടുള്ള മറ്റൊരു ആകസ്മികമായിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ബന്ധം എന്താണെന്ന് വെച്ചാൽ, എന്നെക്കാൾ 100 വയസ്സ് മൂപ്പാണ് ഈ സ്കൂളിൽ 162 വയസ്സായി, എനിക്ക് 62 വയസ്സ്. അത് ഓർക്കാൻ വളരെ എളുപ്പമാണ്, സ്കൂളിനെ കുറിച്ച് ഓർക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ സ്കൂൾ ഇന്ന് പൊതുവിദ്യാലയങ്ങൾ നമ്മൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അത് നേരിടുന്ന വെല്ലുവിളികൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരുടെ കാഴ്ചപ്പാട്, അവര് ക്വാളിറ്റി വിദ്യാഭ്യാസം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അവരുടെ ശരിയോ തെറ്റോ ആയ ധാരണകൾ എല്ലാം സ്കൂളിൻ്റെ പുറത്ത് സമ്മർദ്ദം ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അതിനിടയിലും ഈ പൊതുവിദ്യാലയങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, അവിടുത്തെ അധ്യാപനമാവട്ടെ, കുട്ടികളോടുള്ള സമീപനമാകട്ടെ, അതെല്ലാം മെച്ചപ്പെട്ട നിലയിൽ നമ്മൾ കൊണ്ടുപോയേ സാധിക്കുകയുള്ളൂ. അങ്ങനെ കൊണ്ടുപോയി അത് നിലനിൽക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കുറെ കൂടെ ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ സ്കൂളിൽ അത് ഭംഗിയായി നടക്കുന്നു എന്ന് പറയാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ സ്കൂൾ ഇനിയും കെട്ടിടത്തിനുള്ള സ്ഥലമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ മനുഷ്യരുടെ, ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സും അവരുടെ ചക്രവാളവും വികസിക്കാൻ ഇനിയും ഒരുപാട് ഇടമുണ്ട്. അത് സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ച് 2 വാക്ക് പറയാൻ അനുവദിച്ചതിനുള്ള പ്രത്യേക സന്തോഷവും അഭിമാനവും കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. We shall now move to the felicitation segment of our program. An institution is built on the strength of its community, and we are privileged to have several distinguished guests who have walked along with us in our journey of excellence. To begin, her journey from these very halls to public service remains a source of great pride for Fort Girls Mission High School. Let me invite Srimati Parvati Devi, esteemed member of Old Students Association and former PSC member, to address the gathering. അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന അഭിവന്ദ്യനായ തിരുമേനി, മറ്റ് പ്രിയപ്പെട്ടവരെ, ഈ വിദ്യാലയ മുത്തശ്ശിയുടെ മടിത്തട്ടിൽ വരുമ്പോൾ 63 വയസ്സിലും ഞങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. പ്രിയങ്കരിയായ ഗ്രിസൽഡ ടീച്ചർ ഇവിടെയുണ്ട്. നമ്മുടെ സ്കൂൾ കൂടുതൽ ഉയർച്ചയിലേക്ക്, അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മയുടെ കാര്യത്തിലും കരുത്തുറ്റ ഒരു പെൺ തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതിലുമൊക്കെ ഇതിൻ്റെ മാനേജ്മെൻറ്റും അധ്യാപകരും ഒക്കെ കാണിക്കുന്ന അതീവ ശ്രദ്ധ ഏറ്റവും സന്തോഷത്തോടു കൂടി നോക്കിക്കാണുന്നവരാണ് ഞങ്ങൾ. OSA ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിനികളുടെ ഒരു സംഘം, ഒരു പ്രസ്ഥാനം, ഇതിൻ്റെ വളർച്ചയ്ക്കൊപ്പം നിൽക്കുവാനും ഇതിൻ്റെ വളർച്ചയുടെ ഓരോ പടവിലും ഒപ്പം നിൽക്കുവാനും ഞങ്ങളെപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ്. ഏറ്റവും സ്നേഹത്തോടു കൂടി ഞങ്ങളാൽ കഴിയും വിധം, ഇവിടെ അച്യുത് ശങ്കർ പറഞ്ഞ അണ്ണാൻ്റെ കാര്യം പറഞ്ഞതുപോലെ, ഒരു അണ്ണാറക്കണ്ണനും തന്നാലായതുപോലെ ഞങ്ങൾ ഒപ്പം നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ വളരെ മനോഹരമായ ഗൃഹാതുരമായ ഓർമ്മകളാണ്. വളരെ മനോഹരമായ ഒരു കെട്ടിടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, വളരെ വിനയാന്വിതമായ ഒരു കെട്ടിടം. പക്ഷെ അത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. തീർച്ചയായും മാനേജർ സുഗൂസി ഉമ്മൻ അതിൻ്റെ അഴികളെങ്കിലും സൂക്ഷിച്ചുകൊണ്ട്
ഇത് വളരെ മനോഹരമായി ഇവിടെ സ്ഥാപിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ ആത്മാർത്ഥമായി അതിന് മാനേജ്മെൻറ്റിനെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ആ അഴിയുടെ കാഴ്ച ഞങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. തീർച്ചയായിട്ടും കൂടുതൽ വിശദമായ ഒരു പ്രഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈ കെട്ടിടം പണിയുമ്പോഴും ഇവിടെയുള്ള ഒരു 33 ഫാനുകൾ ഞങ്ങൾ OSA ഇവിടെ സംഭാവന ചെയ്തു. അത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നത് ഒരു ദുഃഖമാണ്. കാര്യം ഇത്രയും പ്രതാപവും ചരിത്രവും പാരമ്പര്യവും അവകാശപ്പെടാമെങ്കിലും ഞങ്ങളുടെ OSA ഇപ്പോഴും വളരെ ചുരുക്കം കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അതും വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. റീനയൊക്കെ അതിന് മുൻകൈ എടുക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുകയാണ്. ഈ സ്കൂൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ തന്നെ ഇപ്പോഴും തിളങ്ങുന്ന ഒരു സിംഹാസനത്തിൽ തന്നെ ഈ സ്കൂൾ ഉണ്ട് എന്നത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഇവിടെ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് മോളി ടീച്ചറും ആനി ടീച്ചറും ഒക്കെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ അധ്യാപകരുടെ പല കുടുംബാംഗങ്ങളും ഇന്നത്തെ ഈ ഒത്തുചേരലിൽ ഉണ്ട്. മൺമറഞ്ഞുപോയ ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരായ ഞങ്ങളാക്കി തീർത്ത എല്ലാ അധ്യാപികമാരുടെയും ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ്സ് നമിക്കുന്നു. എല്ലാ അധ്യാപകരെയും സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. ഞങ്ങളുടെ സഹപാഠികളെ ഓർക്കുന്നു. ഈ സ്കൂളിൻ്റെ എല്ലാ വളർച്ചയ്ക്കും ഞങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന് മാത്രം OSAക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഫോർത്ത് ഗേൾസ് വിഷൻ ഹൈസ്കൂളിന്റെ വൈസ് ചെയർമാനും ക്രൈസ്റ്റ് ചർച്ച് വികാരിയുമായ റവറൻഡ് അലക്സ് പി ഉമ്മൻ അവർകളെ ആശംസാ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ അഭിവന്ദനായ റൈറ്റ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ തിരുമേനി, സൗത്ത് കേരള മഹായിടവയിലെ ബിഷപ്പ് ഇലക്ട്, പ്രിയപ്പെട്ട പാനൽ അംഗമായ ഡോക്ടർ ജയരാജ് അച്ഛൻ, വളരെ സവിസ്തരമായ വിശാല ഹൃദയത്തോടുകൂടി കേരളത്തിൻ്റെ ചരിത്രത്തെ വളരെ ഭംഗിയായി വരച്ചു കാട്ടിയ ഏറെ ബഹുമാനനായ അച്യുത് ശങ്കർ സർ, ഈ സ്കൂളിൻ്റെ എല്ലാമായി വേദിയിലും താഴെയുമായി ഇരിക്കുന്ന സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനവും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഏറ്റവും ചുരുക്കുന്നയാളാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ. ഈ സന്ധ്യയിൽ സാഹചര്യം കണ്ട അഭയം തിരുമേനിക്ക് പറയാനുള്ളത് പോലും പറയാതെ ചടങ്ങ് ചുരുക്കാൻ ശ്രമിച്ച ഇടത്ത് ഇതിൻ്റെ ഒരു അധ്യക്ഷൻ ചുരുക്കുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് ചുരുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ചില വാക്കുകൾ പറയാതെ ഇരിക്കുന്നത് വൈസ് ചെയർമാൻ നിലയിൽ അത് ഉചിതമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രാഥമികമായി ഇവിടെ അച്യുതസംഘർഷാൽ സൂചിപ്പിച്ചതുപോലെ ഈ കെട്ടിടത്തിൻ്റെ മനോഹാരിത ഒട്ടും നഷ്ടപ്പെടുത്താതെ അതിൻ്റെ സകല പരിമിതികളെയും ദൈവകേന്ദ്രീകൃതമായി വെല്ലുവിളിച്ച് ഇത് പൂർത്തീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ പ്രിയപ്പെട്ട സുഗുസി ഉമ്മന് സർവാത്മന ഞാൻ എൻ്റെ പ്രാർത്ഥനയും അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. ചലഞ്ച് ഏറ്റെടുക്കുക എന്ന് പറയപ്പെടുന്നത് ഏറെ പ്രധാനമുള്ള കാര്യമാണ്. ആ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തു. ആ വെല്ലുവിളിയിൽ എൻ്റെ മുൻപിലിരിക്കുന്നത് പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷം. ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ സ്കൂൾ എപ്പോഴും വരുമ്പോൾ എൻ്റെ ഒരു അഭിമാനവും സന്തോഷവും ഇവിടുത്തെ 2 വിഭാഗമാണ്. ഒന്ന് OSA, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ, മറ്റൊന്ന് പ്രഗത്ഭരായ ദൈവകൃപയുള്ള അധ്യാപകർ, മുൻകാലത്ത് പോയവർ. ഈ 2 സാന്നിധ്യവും മറ്റൊരു ഗവൺമെൻറ് സ്കൂളിനോ എയ്ഡഡ് സ്കൂളിനോ ഇല്ലാത്ത ഒരു അനുഗ്രഹം കാലാകാലങ്ങളിൽ നൽകുന്നു എന്നുള്ളതാണ്. അവരുടെ പ്രാർത്ഥനയും അവരുടെ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തലുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറെ സന്തുഷ്ടമായ കാര്യം. അതുകൊണ്ട് തന്നെ പ്രാപ്യമല്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും പ്രാപ്യമാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ആ ചരിത്ര മുഹൂർത്തത്തിൽ ഒരുപക്ഷെ ഇത് സാധ്യതമാക്കാൻ ദൈവമയച്ച പലരുമുണ്ട് എങ്കിൽ തന്നെയും ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സഹധർമ്മിണിയെ ഈ സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥിയാക്കിയതിൽ ഞാൻ ദൈവത്തോട് നന്ദി അർപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് കാര്യങ്ങളുടെ ഒരു ഗതിവിധികൾ നിർമ്മിച്ചതിൽ
അത് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം തന്നെ വാക്കുകൾ അത് സൂചിപ്പിച്ചല്ലോ. മാഡത്തോട് പ്രത്യേകമായ നന്ദിയും കടപ്പാടും അക്കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട്. അത് ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുക. ഞാൻ ഇവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട ജയരാജനോട് ചോദ്യം ചോദിച്ചു. അതൊന്ന് പറയണമെന്ന് എൻ്റെ വിചാരം. അത് പ്രിയപ്പെട്ട അച്യുതസംഘ സാർ വിവരിച്ചപ്പോൾ എനിക്ക് അല്പം കൂടെ ഇംപ്രവൈസ് ചെയ്യാൻ താല്പര്യമുണ്ടായി. ജയരാജൻ ചോദിച്ചത് നിങ്ങളുടെ ക്രൈസ്റ്റ് ചർച്ചിൽ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് നേരായിട്ട് അങ്ങ് പറഞ്ഞെന്നാണ് എൻ്റെ വിചാരം. അപ്പോഴാണ് പ്രിയപ്പെട്ട അച്യുതസംഘ സാറിൻ്റെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത്. ഇവിടെ 4 സ്ഥാപനങ്ങളുമായി അടുത്തൊരു ബന്ധമുണ്ട്. അതൊന്ന് തിരുവിതാംകൂർ കൊട്ടാരം, മറ്റൊന്ന് ക്രൈസ്റ്റ് ചർച്ച്, 3 സെനാനയുടെ ബദൽ ആശ്രമം, 4 ഫോർട്ട് മിഷൻ സ്കൂൾ. ഈ 4 പ്രസ്ഥാനങ്ങൾ തമ്മിൽ പൊക്കൽക്കൂടി ബന്ധമുണ്ട് എന്നുള്ളതാണ് അച്ഛാ ഈ ജനങ്ങളുടെ വന്നതിൻ്റെ ഒരു കാരണം. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അച്യുതസംഘ സാർ പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മൾ MIയെ സംസാരിച്ചു. MIയെ സംസാരിച്ചപ്പോൾ ഞാൻ ചരിത്ര ഘട്ടത്തിൽ കടക്കുന്നതല്ലാണ്. ഈ MIയുടെ ഒരു ബ്രദറിലോ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ക്യാംഫൽ പെർക്കിൻസ് എന്നാണ്. ഈ ക്യാംഫൽ പെർക്കിൻസ് കൊട്ടാരത്തിലെ ഫിസിഷ്യനാണ്, കൊട്ടാരം ഫിസിഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ അമ്മ ക്രൈസ്റ്റ് ചർച്ച് ഗായക സംഘത്തിലെ അംഗമായിരിക്കുമ്പോൾ ആ ബന്ധം നീണ്ടു കിടക്കുന്നത് കൊട്ടാരത്തിലെ വൈദ്യരംഗവും ഈ സ്കൂളുമായിട്ടാണ്. അപ്പോൾ കാലാകാലങ്ങളിൽ ക്രൈസ്റ്റ് ചർച്ചും CMS മിഷനും ഇവിടുത്തെ ബഥേലാശ്രമവും ഫോർട്ട് മിഷനും കൊട്ടാരവുമായിട്ടുള്ള സമൃദ്ധമായ ഒരു സ്വാത്വിക ബന്ധമുണ്ട്. ആ ബന്ധമാണ് അച്ഛൻ ഇവരെ കൂട്ടിക്കൊണ്ടുവന്നത്. അത് അച്ഛനുള്ള സ്നേഹബുദ്ധി, ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണ് വർഷങ്ങളായി. എങ്കിലും സ്നേഹബുദ്ധിയെ പറയാൻ അവസരം ലഭ്യമായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അത് അച്യുതസംഘ സാറിന് ഒരു നാന്ദി കിട്ടുന്നത്. അതുകൊണ്ട് ഈ സാന്നിധ്യം എന്ന് പറയപ്പെടുന്നത് വർഷങ്ങളായി ആരംഭിച്ച ഒരു പൈതൃകത്തിൻ്റെ സ്നേഹബന്ധിതമായ, ആത്മബന്ധിതമായ, വിദ്യാഭ്യാസ ബന്ധിതമായ ഒരു വലിയ സ്നേഹത്തിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് മുറിച്ചു മാറ്റാൻ പറ്റാത്തൊരു ബന്ധം ഫോർട്ട് മിഷൻ സ്കൂളുമായിട്ടും ബഥേൽ ആശ്രമവുമായിട്ടും ക്രൈസ്റ്റ് ചർച്ചുമായിട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി തുടക്കത്തിൽ ചരിത്രത്തിൻ്റെ തമസ്കരണത്തെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷം. ഒറ്റ വാക്കേ മന്ത്രി പറഞ്ഞോളൂ. പ്രത്യേകിച്ച് മന്ത്രിയോട് ആ വാക്ക് ഉപയോഗിച്ചതിന് ഒരു നന്ദി പ്രത്യേകിച്ച് പറയണം. കാരണം ഇന്ന് ചരിത്രം തമസ്കരിക്കുകയും ചരിത്രത്തെ തിരിച്ചെഴുതുകയും ചരിത്രത്തിൽ വിമോചനത്തിനായി പ്രവർത്തിച്ചവരെ ഒന്നുമല്ലാത്തവരായി പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ മിനിസ്റ്റർ ഇവിടെ വന്നത് പറഞ്ഞതിൽ എനിക്ക് വ്യക്തിപരമായ അതിയായ സന്തോഷമുണ്ട്. ആ ചരിത്ര തമസ്കരണം നടത്താതെ എല്ലാവരും ആ ചരിത്രത്തിൻ്റെ സത്തയെ ഉൾക്കൊള്ളുവാൻ ഇടയാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്ഥാപനയ്ക്കുള്ള പാരമ്പര്യവും പൈതൃകവും അത് അഭംഗരം തുടരട്ടെ. അതിന് ഇന്ന് കാരണമായത് മനോഹാരിതയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഒട്ടും കളയാതെ വളരെ ഭംഗിയായി, പ്രത്യേകിച്ച് ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം താഴെയുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട അച്യുത് സാറ് ഈ റൊട്ടി കച്ചവടക്കാരനെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ താഴെ ഒരു കാലത്തെ ഗതാഗതത്തിനേറെ ഉപയോഗിച്ചിരുന്ന കാളവണ്ടിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ, വരുന്നാൾ കുട്ടികൾ ഇതെന്താണ് ചോദിക്കുമ്പോൾ ആ ചരിത്രം ഇവിടെ ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു അടയാളം കൂടി ഉണ്ടാക്കി വെച്ചത് ഏറെ സന്തോഷകരമാണ്. ഒരിക്കൽ കൂടി ഇവിടുത്തെ OSAയ്ക്കും ഓൾഡ് ടീച്ചേഴ്സ് അസോസിയേഷനോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം ഈ അവസരം എനിക്ക് ഇവിടുത്തെ ഭാരവാഹികളോട് നന്ദി അർപ്പിക്കുന്നു. അനുഗ്രഹത്തോടു കൂടി ഈ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വെച്ചിരിക്കുന്നു. To represent the vital link between our school and the families we serve, I invite Srimati Hima Raja, Vice President of PTA, to address the audience. ആദരണീയരായ അധ്യക്ഷൻ, മുഖ്യാതിഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പ്രിയ വിദ്യാർത്ഥികൾ, ഇന്ന് ഫോർട്ട് ഗേൾസ് മിഷൻ സ്കൂളിന്റെ ചരിത്രത്തിൽ ഒരു മഹത്തായ ദിനമാണ്. പുതിയ EB ബ്ലോക്കിന്റെ ഉദ്ഘാടനം. ഇതോടെ നമ്മുടെ വിദ്യാലയം വികസനത്തിന്റെ ഒരു പുതിയ പാതയിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സദസ്സിനെ അനുഗ്രഹീതമാക്കുന്ന ബിഷപ്പ് റവറൻഡ് ഡോക്ടർ മലയിൽ സുഗുകോശി ചെറിയാൻ തിരുമേനിക്കും ഉദ്ഘാടനം നിർവഹിച്ച മാന്യമന്ത്രി V. ശിവൻകുട്ടി സാറിനും
അതുപോലെ തന്നെ പ്രഭാഷണത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായ മിസ്റ്റർ അച്യുത് ശങ്കർ സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു. ഈ അവസരത്തിൽ നമുക്ക് എല്ലാറ്റിനും ഉപരിയായിട്ട് എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സ്കൂൾ മാനേജർ സുഗു സി ഉമ്മൻ സർ. കാരണം ഞാൻ ഈ PTA വന്നിട്ട് ഒരു 3-4 വർഷത്തോളമായി. ഈ 4 വർഷവും ഞാൻ കാണുന്നുണ്ട് ഈ PTA അല്ലെങ്കിൽ സ്കൂളിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അത് വേറെ ആരുടെ കയ്യിൽ നിന്ന് നമുക്ക് അത്രത്തോളം കിട്ടത്തില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരിക്കലും പറഞ്ഞു തീരാൻ പറ്റാത്തത്രയാണ്. അദ്ദേഹത്തിനുള്ള പ്രത്യേക അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. കൂടാതെ അഭിനന്ദനങ്ങൾ അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയ വിശിഷ്ട വ്യക്തികളെ ആദരവോടെ ഞാൻ പരാമർശിക്കുകയാണ്. സ്മിത്ത് പാർവതി ദേവി നമ്മുടെ OSA മെമ്പറാണ്, PSC ഫോമറാണ്. മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രിയ പത്നി കൂടിയാണ്. റെവറൻ അലക്സ് പി ഉമ്മൻ അവർകൾ, അതുപോലെ തന്നെ നമ്മുടെ റെവറൻ ഡോക്ടർ ജയരാജ് അവർകൾ, ഡോക്ടർ സ്മിത്ത് സുകന്യ മാം അദ്ദേഹം മാമിൻ്റെ തിരക്ക് കാരണം ഇവിടുന്ന് മാമിന് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്കെല്ലാം ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യവും പിന്തുണയും നമ്മുടെ വിദ്യാലയത്തിന്റെ മുന്നേറ്റത്തിന് വലിയ ശക്തിയായിട്ട് വന്നിട്ടുണ്ട്. ഈ പുതിയ കെട്ടിടം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സൗകര്യവും മികച്ച പഠന രീതിയും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ വിദ്യാലയം ഇനി ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി. പാരമ്പര്യം കൊണ്ടും പൈതൃകം കൊണ്ടും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന വിദ്യാലയമാണ് ഫോർട്ട് ഗേൾസ് മിഷൻ ഹൈസ്കൂൾ എന്നതിന് സംശയമില്ല. എന്നാൽ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ നമ്മുടെ വിദ്യാലയത്തെ പ്രാപ്തമാക്കിയത് നമ്മുടെ മാനേജരായ ശ്രീ സുഗു സി ഉമ്മൻ സാറാണ്. സാർ വളരെയേറെ തിരക്കുകളുള്ള ഒരു ബിസിനസ്മാനാണ്. ഒപ്പം മധ്യകേരള മഹാ ഇടവകയുടെ എക്സിക്യൂട്ടീവ് അംഗമായും സേവനമനുഷ്ഠിക്കുന്നു. മികച്ച സംഘാടകനായി അദ്ദേഹം നിരവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഈ തിരക്കുകൾക്കിടയിലും വിദ്യാലയത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും അതിന്റെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്യുന്നു. സർ, താങ്കൾ നമ്മുടെ വിദ്യാലയത്തിന്റെ അമൂല്യമായ നിധിയാണ് എന്ന് ഈ അവസരം പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ സുഗു സി ഉമ്മൻ സർ, അദ്ദേഹത്തിന്റെ വരവോടെ വിദ്യാലയത്തിന്റെ കെട്ടിലും മട്ടിലും പ്രകടമായ മാറ്റമാണ് ഉണ്ടായത്. മിസ് അഗസ്റ്റ മേരി ബ്ലാൻഫോർഡിന്റെ സ്മരണാർത്ഥം നിർമ്മിക്കപ്പെട്ട ആധുനിക സൗകര്യങ്ങളോടെയുള്ള ബഹുനില കെട്ടിടവും ഇപ്പോൾ നിർമ്മിച്ചു നൽകിയ മിസ് എമ്മ ബോമോഡ് മെമ്മോറിയൽ കെട്ടിടം EB ബ്ലോക്കും മിസ് ഡോസ് ഹാളും അതിന്റെ ഉദാഹരണമാണ്. വിദ്യാലയത്തിന്റെ പാഠ്യ അനുബന്ധ പ്രവർത്തനങ്ങൾ വ്യത്യസ്തവും അനന്യവുമായി സംഘടിപ്പിക്കാൻ സാറിന്റെ ദർശനങ്ങളും ഉപദേശങ്ങളും വഴിയൊരുക്കി. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, ഓണാഘോഷം തുടങ്ങിയ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിച്ച് ജനശ്രദ്ധ നേടി. ഏറ്റെടുക്കുന്ന ദൗത്യം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും മറികടന്ന് വിജയകരമായി പൂർത്തീകരിക്കുക എന്നത് സാറിന്റെ ശൈലിയാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാലമായി നിലനിന്നിരുന്ന തടസ്സങ്ങളെ മറികടന്ന് കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. വിദ്യാലയത്തിന്റെ സുവർണ കാലഘട്ടമായി ശ്രീ സുഗു സി ഉമ്മൻ സാറിന്റെ കാലഘട്ടം രേഖപ്പെടുത്തും. സാറിന്റെ പ്രവർത്തനങ്ങൾ മാനിച്ചുകൊണ്ട് വിദ്യാലയത്തിന്റെ മുഴുവൻ സ്റ്റാഫും ചേർന്ന് നൽകുന്ന സ്നേഹാദരം ഏറ്റുവാങ്ങുവാൻ ശ്രീ സുഗു സി ഉമ്മൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം ആദരവ് നൽകുന്നതിനായി നമ്മുടെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ശ്രീലേഖ SR ടീച്ചറെയും സാദരം ക്ഷണിക്കുന്നു. As we conclude this formal ceremony, I invite Srimati Srilekha SR, Headmistress of Fort Girls Mission High School, to propose the vote of thanks and express our gratitude to all who made this event possible. അഭിവന്ദ്യ CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പ്
റൈറ്റ് റെവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി, സ്കൂൾ വൈസ് ചെയർമാനും പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് വികാരിയുമായ റെവറൻ അലക്സ് പി ഉമ്മനച്ചൻ, മുൻ PSC മെമ്പറും നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും OSA സർഗം രക്ഷാധികാരിയുമായ ശ്രീമതി ആർ പാർവതി ദേവി, ബോർഡ് ഓഫ് മാനേജ്മെന്റ് മെമ്പർ റെവറൻ ഡോക്ടർ ജയരാജ് അച്ഛൻ, സ്കൂൾ മാനേജർ ശ്രീ സുഗോസി ഉമ്മൻ സാർ, സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി ഹിമ രാജീവ്, സർവീസിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, ബോർഡ് ഓഫ് മാനേജ്മെന്റ് മെമ്പേഴ്സ്, പൂർവ്വ വിദ്യാർത്ഥിനികൾ, PTA, മദർ PTA ഭാരവാഹികൾ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മഹത് വ്യക്തികൾ, എൻ്റെ സഹപ്രവർത്തകരെ, നമ്മുടെ ചിരകാല അഭിലാഷവും ആഗ്രഹവുമായിരുന്ന ഒരു പുതിയ സ്കൂൾ കെട്ടിടം കൂടി നമുക്കിന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ പുതിയ സ്കൂൾ കെട്ടിടത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പങ്കെടുക്കാനെത്തിയ ഏവർക്കും കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ വിദ്യാലയത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ നിത്യതയിലേക്ക് പ്രവേശിച്ച സ്കൂളിൻ്റെ സ്ഥാപക മിസ് അഗസ്റ്റ മേരി ബ്ലാൻഫോർഡ്, മറ്റു മിഷണറിമാർ, മുൻ മാനേജർമാർ, അധ്യാപകർ, അനധ്യാപകർ എന്നിവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പരിമിതമായ സമയത്തിനുള്ളിൽ വിവിധ നിർമ്മാണ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ആപത്തനർത്ഥങ്ങൾ ഒന്നും കൂടാതെ ഈ കെട്ടിടം പൂർത്തീകരിക്കുന്നതിന് സഹായിച്ച ജഗദീശ്വരന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് അഭിവന്ദ്യനായ CSI മധ്യ കേരള മഹാ ഇടവക അധ്യക്ഷൻ റൈറ്റ് റെവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനിയാണ്. ഈ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരുകയും നമ്മുടെ ചിരകാല സ്വപ്നമായിരുന്ന എമ്മ ബിയോമോൺ ബ്ലോക്കിന്റെ പ്രതിഷ്ഠയും പ്രാർത്ഥന അനുഗ്രഹങ്ങളും നൽകിയ അഭിവന്ദ്യ ബിഷപ്പിനോടുള്ള നന്ദി സ്കൂളിന്റെ പേരിലും ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിലും അറിയിച്ചുകൊള്ളുന്നു. പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട കേരള പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി അവർകളാണ്. പൊതുവിദ്യാഭ്യാസത്തെ അതിന്റെ ഉന്നതിയിലെത്തിക്കുന്നതിനായി നിരവധി പദ്ധതികൾ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ചേരുകയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്ത ശ്രീ V ശിവൻകുട്ടി സാറിന് ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി രേഖപ്പെടുത്തേണ്ടത് ഇന്നത്തെ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ അച്യുത് ശങ്കർ സാറിനാണ്. കമ്പ്യൂട്ടേഷണൽ ബയോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മുൻ മേധാവിയും ചരിത്രകാരനുമായിരുന്ന അദ്ദേഹം നമ്മുടെ വിദ്യാലയത്തിലെ AMB ബ്ലോക്കിന്റെ ഉദ്ഘാടന വേളയിലും പങ്കെടുത്തിരുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത് ആശംസ അറിയിച്ച ശ്രീ അച്യുത് ശങ്കർ സാറിനോടുള്ള നന്ദി സ്കൂളിന്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. പ്രതിഷ്ഠാവേളയിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ട്രസ്റ്റിയുമായ ശ്രീ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടുള്ള നന്ദി സ്കൂളിന്റെ പേരിൽ അറിയിക്കുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത് നമ്മുടെ വൈസ് ചെയർമാനും പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് വികാരിയുമായ റെവറൻ അലക്സ് പി ഉമ്മൻ അച്ഛനാണ്. സ്കൂളിന്റെ പുരോഗതിക്കായി വേണ്ട നിർദ്ദേശങ്ങളും സഹായവും നൽകുകയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ആശംസ അറിയിക്കുകയും ചെയ്ത അലക്സ് പി ഉമ്മൻ അച്ഛന് സ്കൂളിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. മുൻ PSC മെമ്പറും നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും OSAയുടെ രക്ഷാധികാരിയും ബഹുമാനപ്പെട്ട കേരള പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി സാറിന്റെ പത്നിയുമായ ശ്രീമതി പാർവതി ദേവി സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്തു വരുന്നു. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്ത പാർവതി മാഡത്തിനോടുള്ള നന്ദി സ്കൂളിന്റെ പേരിൽ അറിയിക്കുന്നു. ഈ യോഗത്തിന് ആശംസ അർപ്പിച്ച റെവറൻ ഡോക്ടർ ജയരാജ് അച്ഛൻ നമ്മുടെ വിദ്യാലയത്തിന്റെ ബോർഡ് മെമ്പർ കൂടിയാണ്. ജയരാജ് അച്ഛന് സ്കൂളിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ സ്കൂളിന്റെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഉണ്ടാകുന്ന വ്യക്തിയാണ് ശ്രീകണ്ഠേശ്വരം വാർഡ് കൗൺസിലർ.
ഈ ചടങ്ങിൽ പങ്കെടുത്ത് ആശംസ അറിയിക്കണമെന്ന് അറിയിച്ചിരുന്നതാണ്. തിരക്ക് കാരണം ഇവിടെ നിന്നും ഇപ്പോൾ നമ്മുടെ സദസ്സിലില്ല. ശ്രീമതി സുകന്യ, ശ്രീകണ്ഠേശ്വരം വാർഡ് കൗൺസിലർ ശ്രീമതി സുകന്യ ഓയ്ക്ക് സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ശക്തമായൊരു PTA നമ്മുടെ വിദ്യാലയത്തിനുണ്ട്. PTA പ്രസിഡന്റ് ശ്രീമതി മുംതാസിന്റെ അഭാവത്തിൽ ഈ യോഗത്തിന് ആശംസ അറിയിച്ച PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി ഹിമ രാജീവിനോടുള്ള നന്ദി സ്കൂളിന്റെ പേരിൽ അറിയിക്കുന്നു. നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ OSA സർഗം സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുന്നു. സ്കൂളിന്റെ ഏത് ആവശ്യം അറിയിച്ചാലും വളരെ നല്ല രീതിയിലുള്ള സഹായ സഹകരണം OSA ഞങ്ങൾക്ക് നൽകി വരുന്നു. ഈ പുതിയ സ്കൂൾ കെട്ടിടത്തിലേക്ക് ആവശ്യമായ 33 ഫാനുകൾ OSA സർഗം സംഭാവന ചെയ്തു. ഇതിനു മുൻപ് AMB ബ്ലോക്കിന്റെ ഉദ്ഘാടന വേളയിലും 30 ഫാൻ OSA സംഭാവന നൽകിയിട്ടുണ്ട്. OSA പ്രസിഡന്റ് ശ്രീമതി കലായസ് മണിക്കും മറ്റ് OSA പ്രതിനിധികൾക്കും സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. സ്കൂളിന്റെ സർവ്വതോന്മുഖമായ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് സ്കൂൾ മാനേജർ. പുതുമയും പഴമയും ഇഴചേർത്ത് വളരെ മനോഹരമായ ഈ സ്കൂൾ കെട്ടിടം ഇന്ന് തല ഉയർത്തി നിൽക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് സ്കൂൾ മാനേജർ ശ്രീ സുഗൂസി ഉമ്മൻ സാറാണ്. സാറിന്റെ നിശ്ചയദാർഢ്യവും അക്ഷീണ പ്രയത്നവും അതിലുപരിയായി സാറിന്റെ ആശയങ്ങളുമാണ് ഈ കെട്ടിടവും അതിന്റെ ചുറ്റുപാടുകളും. പ്രതിസന്ധി ഘട്ടങ്ങൾ എല്ലാം തരണം ചെയ്ത് പുതിയ സ്കൂൾ കെട്ടിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ സ്കൂൾ മാനേജർ ശ്രീ സുഗൂസി ഉമ്മൻ സാറിന് സ്കൂളിന്റെ പേരിലും ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിലുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ശ്രീ സുഗു സാറിന്റെ പ്രയത്നങ്ങൾക്ക് പിന്നിൽ വീട്ടിൽ നിന്നും പരിപൂർണ പിന്തുണ നൽകിയ ശ്രീമതി റെൻസി മാമിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദീർഘകാലം ഈ സ്കൂളിൽ പ്രഥമ അധ്യാപകരായും അനധ്യാപകരായും സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന ഓരോരുത്തരോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഉള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബോർഡ് ഓഫ് മാനേജ്മെന്റ് പ്രതിനിധികൾ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മദർ PTA പ്രതിനിധികൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, രക്ഷകർത്താക്കൾ, പ്രിയപ്പെട്ട കുട്ടികൾ, മറ്റ് അഭ്യുദയകാംക്ഷികൾ എല്ലാവരോടും സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ കൺസ്ട്രക്ഷൻ വർക്കിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർ, കോൺട്രാക്ടർ, കെട്ടിടം പണിയിൽ ഏർപ്പെട്ടിരുന്ന ഓരോ തൊഴിലാളികൾക്കും സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ യോഗം മനോഹരമാക്കുവാൻ സഹായിച്ച സ്കൂളിലെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, ലൈറ്റ് ആൻഡ് സൗണ്ട്സ്, സ്റ്റേജ് ഡെക്കറേഷൻ, കൂടാതെ ഈ ക്രമീകരണങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിയോടുമുള്ള നന്ദി സ്കൂളിന്റെ പേരിൽ അറിയിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. ഒന്ന് രണ്ട് നന്ദിയുടെ വിട്ടുപോയിട്ടുണ്ട്. അത് ഞാൻ ഓർപ്പിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. കോട്ടയത്തു നിന്ന് എത്തിയ, തിരുമേനിയോട് കൂടി എത്തിയ ഷെറി വർഗീസിന് നമ്മുടെ ഇവിടെ സാന്നിധ്യമുണ്ട്. അതുപോലെ നൈനാൻ ബി തോമസിന് ഇവിടെയുണ്ട്. രണ്ടുപേർക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ബദേൽ ആശ്രമത്തിൽ എത്തിയ അന്നമ്മ സിസ്റ്റർ കൂടിയുണ്ട്. സിസ്റ്ററിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഈ സ്കൂളിൻ്റെ നിർമ്മാണത്തിൽ എല്ലാ ഘട്ടങ്ങളിലും പല ഘട്ടങ്ങളിലായിട്ട് ഇവിടെ സഹായിച്ച, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി തന്ന, പ്രത്യേകിച്ച് ഇതിൻ്റെ സ്ട്രക്ചറൽ എഞ്ചിനീയർ KC മത്തായി സാറ് എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഒരാളാണ്. മത്തായി സാറിനോടുള്ള നന്ദി, അഗീതമായ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കോൺട്രാക്ടർ രാജേന്ദ്രന്, മറ്റുള്ള എല്ലാ ആൾക്കാരും ഒക്കെ ഇവിടെയുണ്ട്, കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അവരോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി. സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമാകുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ വിദ്യാലയത്തിന് ലഭിച്ച എല്ലാ കരുതലിനായി നന്ദി. ഇനോഗ്രേഷൻ സർവീസിൽ ഞങ്ങൾക്ക് പ്രകാരം ഒത്തുകൂടുവാനിടയായല്ലോ. ഇതൊക്കെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദി. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പഠിപ്പിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, എല്ലാവർക്കായി നന്ദി കരയറ്റുന്നു. ഒന്നുകൂടി എല്ലാവരുടെ മേലും ദൈവകൃപ വ്യാപരിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് യാത്ര പോകുന്നു.
ദൈവകൃപ എല്ലാവരോടും കൂടിയിരിക്കണമേ. രാത്രി ക്ഷമമായ നിദ്ര ഞങ്ങൾക്കെല്ലാം കൽപ്പിച്ച് ആരോഗ്യത്തോടെ പുതു ദിവസം കാണുവാൻ കൃപ കൽപ്പിക്കണമേ. തിരുസാന്നിധ്യം എല്ലാവരുടെ മേലും പകരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവത്തിൻ്റെ കരുണയും കൃപയും കാവലും നാം ഏവരോടും ഈ സ്ഥാപനത്തോടും കൂടെ ഇതിനെ നേർത്തു നൽകുന്ന എല്ലാവരോടും കൂടെ എപ്പോഴും ഇരിക്കുമാറാകട്ടെ.